തുറന്നാട്ട് റോമലേഖനത്തിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. ആ വാക്യം എല്ലാവരും കൂടെ ചേർന്ന് ഉച്ചത്തിലൊന്ന് പറഞ്ഞാട്ടെ. റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. ഒന്നുകൂടെ പറഞ്ഞ്. റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. ദയവായി ആ കണ്ണുകളെല്ലാം കർത്തൃസന്നിധിയിലൊന്ന് അടച്ച്, അധരങ്ങളെല്ലാം ദൈവം ഭാഗ്യം ഒന്ന് തുറന്ന്, ഹൃദയങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് ഏകാഗ്രമാക്കുകയും ആത്മാർത്ഥതയോടെ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ട് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരളവ് നമ്മുടെ നടുവിൽ വ്യാപരിക്കപ്പെടട്ടെ. ദൈവകൃപയുടെ നിറവ് നമ്മുടെ നടുവിൽ വ്യാപരിക്കപ്പെടട്ടെ. കണ്ണുകൾ അടച്ച് ഒന്ന് സ്തോത്രം ചെയ്ത് എത്രത്തോളം ആത്മാർത്ഥതയോടെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ അത്രയും ആത്മാർത്ഥതയോടെ, എത്രത്തോളം നിയോഗത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുമോ അത്രത്തോളം. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനേ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നിതാ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനേ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ഓ അറിവുകേടുകൾ അധികമുണ്ടെന്നിൽ, അറിവുകേടുകൾ അധികമുണ്ടെന്നിൽ, അറിഞ്ഞു നീ നിന്നരികിലെന്നെ ചേർത്തണക്കണേ. പഠിക്കേ. അറിഞ്ഞു നീ നിന്നരികിലെന്നെ ചേർത്തണക്കണേ. ഓ തോൽവിയേയുള്ളൂ എന്നിലോർക്കുകിൽ, തോൽവിയേയുള്ളൂ എന്നിലോർക്കുകിൽ, കാൽവരിയിലെ വിജയി നീ കൈപിടിക്കണേ. കാൽവരിയിലെ വിജയി നീ കൈപിടിക്കണേ. ഓ ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും, ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും. ശരിക്കു തീരുമെന്നു മാത്രം എൻ വിഷാദങ്ങൾ, ശരിക്കു തീരുമെന്നു മാത്രം എൻ വിഷാദങ്ങൾ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനേ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. പാടുകേ. ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനേ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. പ്രിയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുള്ളതിന് സ്തോത്രം. ആത്മമണ്ഡലത്തെ തുറന്നു തരണമേ. ഞങ്ങളുടെ ചിന്ത, ഞങ്ങളുടെ ബുദ്ധി, ഞങ്ങളുടെ മനസ്സ്, ഞങ്ങളുടെ ആത്മാവ് മുഴുവൻ വചനത്താലും അഭിഷേകത്താലും കൃപയാലും ഇപ്പോൾ സ്പർശിക്കപ്പെടട്ടെ. ഈ ജനത്തെ കർത്താവ് അങ്ങനെ നിറയ്ക്കാൻ പോകുന്നതിന് സ്തോത്രം. പരിശുദ്ധാത്മാവേ, അങ്ങ് ചലിക്കണമേ, അങ്ങ് പരിവർത്തിക്കണമേ, അങ്ങ് എഴുന്നള്ളി വരണമേ. വലിയ ദൈവപ്രവർത്തികൾക്ക് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ സന്തോഷത്തോടെ അക്കരം ഉയർത്തി അത്യുച്ചത്തിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് ഇന്ന് പകലിലെ നമ്മുടെ സവിശേഷത്തിന് ആധാരമായി നമ്മളിവിടെ വായിച്ചിട്ടുള്ളത്. റോമലേഖനം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം,
ധന്യനായി പൗലോസ്ലീഗയുടെ തൂലികത്തുമ്പിലൂടെ പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയ്ക്ക് നൽകിയിട്ടുള്ള ഏറ്റവും അനുഗ്രഹീതമായ ലേഖനമാണ്. ഈ ലേഖനത്തെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷണ വിധേയമാക്കിയാൽ ഈ ലേഖനം പറയുന്ന പല വിഷയങ്ങളുണ്ട്. പാപം, വീണ്ടെടുപ്പ്, രക്ഷ, നീതീകരണം, നീതി, കൃപ, വിശ്വാസം, തേജസ്, ഇങ്ങനെ പല വാക്കുകൾ. ആ വാക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഈ ലേഖനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെ നമ്മൾ പഠനവിധേയമാക്കുകയാണെങ്കിൽ 3 വിഷയങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിലൊന്നാമത്തെ വിഷയമെന്ന് പറയുന്നത് നീതീകരണമാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് വിശുദ്ധീകരണമാണ്. മൂന്നാമത്തെ വിഷയം തേജസ്കരണമാണ്. എന്താണ് വാസ്തവത്തിൽ നീതീകരണം എന്ന് പറയുന്നത്? അത് റോമലേഖനത്തിൻ്റെ 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ പടർന്നു കിടക്കുകയാണ്. ഒരു പാപിയായ മനുഷ്യനെ പാപമേ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വിധത്തിൽ ദൈവം പ്രഖ്യാപനം നടത്തുന്നതിന് പറയുന്ന പേരാണ് നീതീകരണം എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേരുണ്ട്, നീതിവൽക്കരണം എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ പദമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. എന്താണ് വിശുദ്ധീകരണം എന്നത്? നമ്മൾ നോർമലി ചിന്തിക്കുന്നത് എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുന്നതും ചിലതൊക്കെ ചെയ്യാതിരിക്കുന്നതുമാണ് വിശുദ്ധീകരണം. പക്ഷേ റോമാലേഖനം അങ്ങനെയല്ല പറയുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനിയും അതിൽ ജീവിക്കുന്നത് അങ്ങനെ പറയുന്നത്. അതാണ് വാസ്തവത്തിൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. പാപസംബന്ധമായി ഒരുവനുണ്ടാകുന്ന മരണം, അതാണ് വിശുദ്ധീകരണം. വിശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും വിശേഷതയേറിയ പ്രഖ്യാപനമാണത്, പാപസംബന്ധമായി മരിക്കുക. അതിനെ നമ്മൾ അല്പം കൂടെ ഒന്ന് നിർവചിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ മരിച്ച് ഈ സ്റ്റേജിൽ കിടക്കുന്നു എന്ന് കരുതുക. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കുറച്ച് വസ്തുതകൾ അതിന് ചുറ്റും കൊണ്ടുവന്ന് വെച്ചാൽ മരിച്ചു കിടക്കുന്ന ഒരാൾ ഒരിക്കലും അതിനോട് പ്രതികരിക്കത്തില്ല. അയാൾ ചാടി എഴുന്നേൽക്കില്ല, അയാൾ അതിനെ ചേർത്ത് പിടിക്കില്ല. അതുപോലെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. പാപമില്ലാത്ത ഒരിടത്തേക്ക് പോകുക എന്നുള്ളതല്ല വിശുദ്ധീകരണം, പാപത്തോടുള്ള ബന്ധത്തിൽ മരിക്കുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഭൂരിപക്ഷം പാപം ചെയ്യാതിരിക്കുന്നത് പാപം ചെയ്യാൻ ഒക്കില്ല എന്നുള്ളത് കൊണ്ടല്ല, പാപം ചെയ്യാൻ സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. അതിൽ നിന്നാണ് റോമാലേഖനത്തിൻ്റെ വിശുദ്ധീകരണം എന്ന നിർവചനം വേറിട്ട് നിൽക്കുന്നത്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനിയും അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ആ പാപസംബന്ധമായ മരണം റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ പല ഇടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ വിഷയമാണ് തേജസ്കരണം. വാസ്തവത്തിൽ അത് റോമാലേഖനം 8-ാം അധ്യായത്തിൽ ആരംഭിക്കുക. 8-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് തന്നെ തേജസ്കരണ പ്രക്രിയയിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് എന്ന് പറയുന്നത്. അതായത് തേജസ്കരണം എന്ന് പറയുന്ന പ്രതിഭാസത്തിലേക്ക് പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് കയറ്റുന്നത്. 8-ാം അധ്യായത്തിൻ്റെ കൃത്യമായ പഠനത്തിനകത്ത് നമുക്ക് അത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ജീവൻ്റെയും ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്നങ്ങോട്ട് തൊട്ട് 4 മുതലുള്ള വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ജഡസ്വഭാവം, ആത്മസ്വഭാവം എന്നുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു എന്നിങ്ങോട്ട് തുടങ്ങി ഏറ്റവും ഒടുവിൽ പുനരുത്ഥാനം തന്നെ നമ്മളിൽ വ്യാപരിക്കുന്ന ആത്മാവിനാലാണെന്ന് പറഞ്ഞാണ് ഒടുവിൽ തേജസ്കരണത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നിർത്തുന്നത്. അതാ ഞാൻ പറഞ്ഞത്, തേജസ്കരണ പ്രക്രിയയിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് റോമാലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിലെ ആമുഖ ഭാഗത്താണ് ഇന്ന് പകലിൽ നമ്മൾ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഈ ലേഖനങ്ങളുടെ ആമുഖത്തിനും അതിൻ്റെ അവസാനത്തിനും വളരെ വിശേഷതയുണ്ട്. എല്ലാ ലേഖനങ്ങളുടെയും ആമുഖങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ കൃത്യമായി ഒരാശംസ അതിനകത്തുണ്ടാകും. എഴുതുന്ന എഴുത്തുകാരൻ്റെ പരിചയപ്പെടുത്തൽ അതിനകത്തുണ്ടാകും. വായനക്കാരെ കുറിച്ചുള്ള സംബോധനകൾ ഉണ്ടാകും. അവരോടുള്ള ആശംസകളും ഉണ്ടാകും. ഇങ്ങനെയാണ് നമുക്ക് പൊതുവേ ഈ ലേഖനങ്ങളെ മനസ്സിലാക്കാനായിട്ട്
കഴിയുന്നത്. അതുകൊണ്ടാണ് സമാധാനം ഉണ്ടാകട്ടെ, കൃപ ഉണ്ടാകട്ടെ, കനിവ് ഉണ്ടാകട്ടെ എന്നൊക്കെ വായിക്കുന്നത്. വിശേഷിച്ച് പൗലോസിൻ്റെ ലേഖനങ്ങളിലെല്ലാം തന്നെ ഈ വാക്കുകൾ നമുക്ക് കാണാം. ചില ലേഖനങ്ങളിൽ കൃപ ഉണ്ടാകട്ടെ എന്നും മറ്റും പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ഈ റോമാലേഖനത്തിൽ തന്നെ വായിക്കുമ്പോൾ അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ, കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പല വാക്കുകൾ ആവർത്തിച്ച് ആമുഖത്തിൽ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ലേഖനങ്ങളുടെ അവസാനവും എന്ന് പറയുന്നത്. ലേഖനങ്ങളുടെ അവസാനം കൃത്യമായ ഒരു ആശീർവാദത്തോടു കൂടിയാണ് എല്ലായ്പ്പോഴും അവസാനിക്കുന്നത്. ഇവിടെ ഈ ലേഖനത്തിൻ്റെ ആമുഖത്തിൽ ഈ സഭയെ സംബോധന ചെയ്യുന്ന 2-3 പദങ്ങളുണ്ട്. അതിലൊരു പദമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആ പദം കണ്ടോ? റോമയിൽ ദൈവത്തിന് പ്രിയർ. എല്ലാവരും കൂടെ ചേർന്നെന്ന് പറഞ്ഞേ, ആരാണ്? റോമയിൽ ദൈവത്തിന് പ്രിയർ. 2, വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർ. അപ്പോൾ 2 വിശേഷണങ്ങളാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഒന്ന്, റോമയിലുള്ള ദൈവത്തിൻ്റെ പ്രിയർ. 2, വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ. ഞാനിവിടെ ദൈവത്തിന് പ്രിയരെന്ന് പറയുന്ന ആ പദത്തെയാണ് നിങ്ങളുമായിട്ട് വിശാലമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിനു മുൻപ് ആ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ എന്ന് പറയുന്ന ആ ഒരു വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ. വാസ്തവത്തിൽ ദൈവം കാണാൻ കൊതിക്കുന്നതാരെയാണെന്നറിയാമോ? വിശുദ്ധന്മാരെയാണ്. ലേഖനങ്ങളുടെ പലയിടങ്ങളിലും ഈ പദങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, വിശുദ്ധന്മാർ. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മളുടെ ഇടയിൽ നിന്ന് ഈ പദം അല്പം എന്തോ ഒരു ശോഷണം സംഭവിച്ചതുപോലെ നമ്മുടെ ഇടയിൽ നിന്ന് പടിയിറങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ കുമ്പനാടാണ് താമസിക്കുന്നത്. സത്യത്തിൽ ഞാൻ കുമ്പനാട് സ്വദേശിയല്ല. കുമ്പനാട് വീട് മേടിച്ച് അവിടെ താമസിക്കും. ഹെബ്രോൻ്റെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഈ കുമ്പനാട് ഞങ്ങളെപ്പോലെയുള്ളവർ വന്ന് താമസിക്കുന്നവർ അവിടെ ഈ ഇരവിപേരൂരിനെ ഇരവിപേരൂരെന്ന് തന്നെ അങ്ങ് വിളിക്കും. പക്ഷേ അവിടുത്തുകാർ ഇരവിപേരൂരെന്ന് തീർത്ത് പറയത്തില്ല. നിങ്ങൾക്കറിയാം എന്നാ പറഞ്ഞത്? ഇരവേരി അങ്ങനെ പറയുന്നത്. ഈ കൊല്ലത്തെ തേവലക്കര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, തേവലക്കര. സത്യത്തിൽ അത് തേവലക്കരയല്ല, ദേവാലയക്കരയാണ്. ദേവാലയക്കര ലോപിച്ച് എന്തായി? തേവലക്കരയായി. അതുപോലെയാണ് തൃശ്ശിവ പേരൂരാണ്. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ കാണും തൃശ്ശിവ പേരൂർ. ആ തൃശ്ശിവ പേരൂർ ലോപിച്ച് തൃശ്ശൂരായി. ഇതുപോലെയാണ് നമ്മുടെ ഇടയിൽ ഈ പാരമ്പര്യവും പഴക്കവുമൊക്കെ വരുന്നതനുസരിച്ച് പലതും ലോപിച്ചു. അങ്ങനെ ലോപിച്ചു പോയ പദങ്ങളിൽ ഒരു പദമാണ് വിശുദ്ധന്മാർ. നേരത്തെ നമ്മുടെ സഭായോഗത്തിന് വിശുദ്ധ സഭായോഗം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം വിശുദ്ധ അങ്ങ് പോയി സഭായോഗം. നേരത്തെ സാക്ഷ്യത്തിനൊക്കെ എഴുന്നേൽക്കുമ്പോൾ വിശുദ്ധന്മാരുടെ നടുവിൽ ഒരു സാക്ഷ്യം പറയാനെന്നായിരുന്നു പറയുന്നത്. ഇപ്പോൾ ആ വിശുദ്ധന്മാർ എന്ന് പറയുന്ന പ്രയോഗം അങ്ങ് പോയി. സാധാരണ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെന്നുള്ള വിളിപ്പേട് നമ്മുടെ ഒരു മുഖമുദ്രയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ പേരങ്ങ് നഷ്ടപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ വിളിച്ചത് തന്നെ വിശുദ്ധന്മാരാകാൻ വേണ്ടിയാണ്. അങ്ങനെ എഫീസ്യ ലേഖനം പറയുന്നത്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിൻ്റെ മുൻപേ നമ്മെ തെരഞ്ഞെടുത്തു. എന്താണ് ഈ വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ? പൊതുവെ ഹാഗിയോസ്മോസ് തുടങ്ങിയുള്ള പദങ്ങളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ ഹാഗിയോസ്മോസ് എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിനായിട്ട് സമർപ്പിച്ചവർ, സമർപ്പിതർ, വിശുദ്ധരാകാൻ വേണ്ടി പരിവർത്തനം ചെയ്യപ്പെട്ടവർ എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. വേർതിരിക്കപ്പെട്ട, സെറ്റ് അപ്പാർട്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പദമെന്ന് പറയുന്നത്. അതായത് ഒരു പുരോഹിതൻ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെടുന്നത് പോലെ വേർതിരിക്കപ്പെട്ടവരാണ് വിശുദ്ധന്മാരെന്ന് പൊതുവെ പറയുന്നത്. ഇനിയും അല്പം കൂടെ കാര്യമായി വിശുദ്ധൻ എന്ന പദത്തെ ഒന്ന് വിശദീകരിച്ചാൽ, ഈ ആലയത്തിൻ്റെ ഉപയോഗത്തിനായി വേർതിരിക്കുന്ന വിശുദ്ധ ഉപകരണങ്ങളുണ്ടല്ലോ, ഒരിക്കൽ അത് പണിത് ആലയത്തിനകത്ത് വിശുദ്ധ ഉപയോഗത്തിന് വേണ്ടി വേർതിരിച്ചാൽ മറ്റൊന്നിനും പിന്നെ അതിന് ഉപയോഗം
ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിച്ച ഒരാളുണ്ട്. അത് അങ്ങ് ബാബേലില്ല, നമുക്കറിയാം. അത് ബാബേലിൽ ഈ ആലയത്തിൽ വിശുദ്ധീകരിച്ച പാത്രങ്ങളെ കൊണ്ടുവന്ന് ചന്തമായി ഉണ്ടാക്കപ്പെട്ട പാത്രം. നമുക്കറിയാം ബെസലേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ദിവ്യാത്മാവിനാൽ സ്കിൽസ് നൽകി. ആ പദമാണ് ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ളത്, സ്കിൽസ് നൽകി. ഇതുപോലെ ചെമ്പുകളിലും സ്വർണത്തിലും ഒന്നും പണിത, വെള്ളിയിലൊന്നും പണിത ആരും ഉണ്ടായിട്ടില്ല. ദൈവം വിശേഷമായ ജ്ഞാനം നൽകി, സ്കില്ല് നൽകി പണിതതാണ്. അങ്ങനെ മനോഹരമായ പാത്രങ്ങൾ ആലയത്തിൻ്റെ അന്തർഭാഗത്തിരിക്കുന്നത് കണ്ടപ്പോൾ ബാബിലോണിലെ രാജാവിന് അതിൽ മദ്യം കുടിക്കണമെന്നൊരു താല്പര്യമുണ്ടായി. അന്ന് രാത്രിയിലെ ദൈവത്തിൻ്റെ വിരൽപ്പാട് കൊട്ടാരത്തിൻ്റെ ഭിത്തിമേൽ പതിയപ്പെട്ടത് നമുക്കറിയാം. മെന്നെ മേന്നെ തെക്കേൽ ഊഫർസീൻ എന്ന വാക്ക് അവിടെ വന്നത് അന്ന് രാത്രിയിലാണ്. കാര്യം എന്നാണെന്നറിയാമോ? ഇത് നിനക്ക് മദ്യസേവ നടത്താനുള്ളതല്ല, ദൈവത്തിന് വേണ്ടി വേർതിരിച്ചത്. അതെ, ദൈവത്തിന് വേണ്ടി വേർതിരിച്ചതിനെ അന്യായമായി ഉപയോഗിക്കുവാൻ തുടങ്ങിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കും. ഈ വിധത്തിൽ ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ട വിശുദ്ധന്മാർ, അങ്ങനെയുള്ളവരാണ് സഭയ്ക്കകത്തുള്ളത്. അതുകൊണ്ടാണ് റോമാ സഭയിലുള്ള വിശ്വാസ സമൂഹത്തെ പൗലോസ് വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞാട്ടെ, വിളിക്കപ്പെട്ട, ഉച്ചത്തിലൊന്ന് പറഞ്ഞു, വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ. പുറകിലൊക്കെ ഇരിക്കുന്നവർ എഴുന്നേറ്റിങ് ഫ്രണ്ടിലോട്ടൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ സൗകര്യമാണ്. ഫാനിൻ്റെ സൗകര്യത്തിലായിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല, ഇരിപ്പിൻ്റെ ഒരു സൗകര്യമാണ് അത്. എല്ലായിടത്തും ഫാനുള്ളത് കൊണ്ട് നിങ്ങളിങ്ങ് വന്നിരുന്നാൽ ഈ ശുശ്രൂഷയോട് കാണിക്കുന്ന ഒരു ബഹുമാനമാണ്. അപ്പം വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ, അത് വന്ന വഴിക്ക് അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ആദ്യത്തെ പദമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്താണ്? റോമയിൽ ദൈവത്തിന് പ്രിയർ. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, എന്താണ്? റോമയിൽ ദൈവത്തിന് പോരാ, പറഞ്ഞോ, റോമയിൽ ദൈവത്തിന് പ്രിയർ. ഈ ദൈവത്തിന് പ്രിയർ എന്ന് പറയുന്ന ആ പദം ഞാൻ പഠനവിധേയമാക്കി കേട്ടോ. അങ്ങനെ പഠനവിധേയമാക്കിയപ്പോൾ ആ പ്രിയർ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഞാൻ ശ്രദ്ധിച്ചു. അത് അഗാപ്പിറ്റോസ് എന്നാണ്. അഗാപ്പിറ്റോസ്, റോമയിലുള്ള ദൈവത്തിൻ്റെ പ്രിയർ എന്ന് പറയുമ്പോൾ അഗാപ്പിറ്റോസ്. ഈ അഗാപ്പിറ്റോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒന്ന് ഡിയർ, മറ്റൊന്ന് ഫേവറൈറ്റ്, വേറൊന്നാണ് ബിലവഡ് ഓഫ് ഗാഡ്. അപ്പം ഈ ഫേവറൈറ്റ്, ബിലവഡ് ഓഫ് ഗാഡ് എന്നൊക്കെ പറയുമ്പോൾ ഇതെന്താണ് സൂചിപ്പിക്കുന്നതെന്നറിയാമോ? Those who are deeply, personally and covenantally loved by God എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, വളരെ ഡീപ്പായ, വളരെ പേഴ്സണലായ, കവനന്റിൽ ഉള്ള, സ്നേഹമുള്ള ഒരു കൂട്ടം ആളുകളെ വിളിക്കുന്ന പേരാണ് ദൈവത്തിന് പ്രിയർ. അത് സാധാരണമായി ഉപയോഗിക്കുന്ന വാക്കുകളെക്കാൾ ഭയങ്കര ഡീപ്പായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെ അല്പം കൂടെ നമ്മളൊന്ന് നിർവചിക്ക് വരികയാണെങ്കിൽ, സ്നേഹനിധിയായ സ്രഷ്ടാവിൽ നിന്ന് ചില പ്രത്യേക വ്യക്തികളിലേക്ക് ഒഴുകിയിറങ്ങി വരുന്ന ദിവ്യമായ ദയ. അതിനെ മറ്റൊരാശയത്തിൽ പറഞ്ഞാൽ, സ്നേഹനിധിയായ സ്രഷ്ടാവിൽ നിന്ന് ഒരു കൂട്ടം ആളുകളിലേക്ക് ഇറങ്ങി വരുന്ന ദിവ്യമായ അംഗീകാരം, സ്പെഷ്യൽ അംഗീകാരം. അതാണ് ഈ ബിലവഡ്, പ്രിയർ എന്ന വാക്കുകൊണ്ട് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നത്. മറ്റൊരാശയത്തിൽ പറഞ്ഞാൽ, സ്നേഹനിധിയായ സൃഷ്ടാവിൽ നിന്ന് ചില വ്യക്തികളിലേക്ക് ഒഴുകി വരുന്ന അനുഗ്രഹമെന്ന് നമുക്കതിനെ വിളിക്കാം. ഇനി നാലാമതൊരു പദം കൂടെ ചേർത്ത് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ സ്വീകാര്യത എന്ന് നമുക്കതിനെ വിളിക്കാം. പിന്നീട് നമ്മൾ അല്പം കൂടെ കാര്യമായിട്ട് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ദയ നിറഞ്ഞ വാത്സല്യം എന്ന് നമുക്കതിനെ വിളിക്കാം. മറ്റൊരാശയത്തിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ അംഗീകാരം എന്ന് നമുക്ക് ആ ഫേവർ അല്ലെങ്കിൽ ആ പ്രിയർ എന്ന വാക്കിനെ വിളിക്കാം. മറ്റൊരാശയത്തിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ബന്ധപരമായ അടുപ്പം എന്ന് പറയാം. ഇത്രയും വാക്കുകൾ ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ അതിനെ അല്പം കൂടെ വിശാലമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ബന്ധപരമായ അടുപ്പമുണ്ടല്ലോ, ഈ ദിവ്യമായ അംഗീകാരമുണ്ടല്ലോ, ഈ പ്രത്യേകമായ വാത്സല്യമുണ്ടല്ലോ,
അതെല്ലാവരോടും ഒരുപോലെ തോന്നുന്നതല്ല. അത് ഒരു കൂട്ടം ആളുകളോട് മാത്രം ഉണ്ടാകുന്നത്. ഞാൻ അതിന് തെളിവ് തരാം. എല്ലാവരും ദൈവത്തിൻ്റെ പ്രിയത്തിലാണെന്ന് പറയരുത്. ഇവിടെ റോമയിൽ ദൈവത്തിന് പ്രിയരെന്ന് ആ സഭയെ പൊതുവിലാണ് അപ്പോസ്തലൻ വിളിക്കുന്നതെങ്കിലും എല്ലാവരും ആ ഒരു പ്രിയത്തിനകത്തല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതായത് ദൈവത്തിൻ്റെ ഫേവർ എല്ലാവരുടെ മേലും ഇല്ല. ഞാനത് പഴയ നിയമത്തിൽ നിന്ന് തെളിയിക്കാം, ഞാനത് പുതിയ നിയമത്തിൽ നിന്ന് തെളിയിക്കാം. ഇന്ന് പകലിൽ നിങ്ങൾ ഈ വചനത്തെ കൃത്യമായി ഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ അസാധാരണമായ വ്യതിയാനങ്ങൾ ഈ ഒരൊറ്റ ദൂത് കൊണ്ട് സൃഷ്ടിക്കപ്പെടും. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരിക. നിങ്ങൾ ശ്രദ്ധിച്ച്, നോഹയുടെ കാലഘട്ടത്തിൽ എല്ലാവരോടും തോന്നാത്ത ദൈവത്തിൻ്റെ ദയ നിറഞ്ഞ ഒരു വാത്സല്യം, ദൈവത്തിൻ്റെ ആ ഫേവർ നോഹയോട് മാത്രമുണ്ടായി. അങ്ങനെയല്ല നമ്മൾ വായിക്കുന്നത്. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ബട്ട് നോവ ഫൗണ്ട് ഫേവർ ഇൻ ദി ഐസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ഫേവർ അവൻ ഉണ്ടായി എന്നാണ് വായിക്കുന്നത്. ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടായത് എങ്ങനെ? നോഹ IPC കാരനായതുകൊണ്ടാണ്, നോഹ ചർച്ച് ഓഫ് ഗാഡുകാരനായതുകൊണ്ടാണ്, നോഹ AG കാരനായതുകൊണ്ടാണ്, നോഹ ഷാരോൻകാരനായതുകൊണ്ടാണ്, നോഹ ന്യൂ ഇന്ത്യക്കാരനായതുകൊണ്ടാണ്, ഇനി ഒന്നും പോരാഞ്ഞിട്ട് നോഹ ദി പെന്തക്കോസ്ത് ഒരു പെന്തക്കോസ്തുകാരനും ആയതുകൊണ്ടല്ല. നോഹയ്ക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആ തലമുറയിൽ നോഹ പ്രസംഗം കേട്ടതുകൊണ്ടും പ്രസംഗിച്ചത് കൊണ്ടുമല്ല ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടായത്. അവൻ ആ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നത് കൊണ്ട് നോഹയുടെ മേൽ ദൈവത്തിൻ്റെ ഒരു ഫേവർ ഉണ്ടായി. നോക്കിയേ, ആ തലമുറയിൽ നോഹ എന്ന് പറയുന്ന ഒറ്റ മനുഷ്യനോട് മാത്രം ദൈവത്തിന് അങ്ങനെ ഒരു ഫേവർ ഉണ്ടായി. അബ്രഹാമിൻ്റെ തലമുറയിൽ ഒട്ടനവധി ആളുകൾ ഉണ്ടായിരുന്നിട്ടും അബ്രഹാമിനെ മാത്രം ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ദൈവത്തിൻ്റെ ഫേവറിനകത്താണ് അത് സംഭവിച്ചത്. കർത്താവിൻ്റെ ദാസൻ ആമുഖത്തിൽ ചില കാര്യങ്ങൾ അബ്രഹാമിന് തൊട്ടു പറയുകയുണ്ടായി. അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്നൊരുവനാണ് വേണ്ടിയിരുന്നതെങ്കിൽ അബ്രഹാമിൻ്റെ വീട്ടിൽ തന്നെ ലോത്തുണ്ടായിരുന്നു. പക്ഷേ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അതെവിടെ നിന്നാണ്? ഒരു ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന്, ഒരു വിഗ്രഹ കച്ചവടക്കാരൻ എന്നുള്ള ലെവലിൽ നിന്ന് നോഹയെ ദൈവം തൻ്റെ ഫേവറിനകത്തേക്ക് വിളിച്ചു കയറ്റുകയായിരുന്നു. ഈ അബ്രഹാമിനോടുള്ള ദൈവിക ഇടപാട് എന്താണെന്ന്, ആ ബന്ധം എന്താണെന്ന്, ആ ഫേവറിനകത്ത് എന്തായിരുന്നു ഇത്ര കാര്യമായിട്ടുണ്ടായിരുന്നതെന്ന് ഇന്ന് പകലിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ അത് വിശാലമായിട്ട് പറയാം, എന്നോടൊപ്പം വരണം. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഗലാത്യ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന്. വിശ്വാസികളുടെ പിതാവ്, യഹൂദന്മാരുടെ മാത്രം പിതാവല്ല, അബ്രഹാം വിശ്വാസികളുടെ പിതാവ്. അതിന്റെ കാരണം ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ജഡപ്രകാരം ജനിച്ചവരല്ല സന്തതി, വാഗ്ദത്തത്താൽ ജനിച്ചവരെ അത്ര സന്തതികൾ എന്ന് പറയുന്നത്. പൗലോസ് കൊണ്ട് സ്ഥാപിച്ചു വെക്കുകയാണ്, അബ്രഹാം ആ ജനതയുടെ മാത്രം പിതാവല്ല, അബ്രഹാം വിശ്വാസികളായ മുഴുവൻ ആളുകളുടെയും പിതാവാണ്. ഇനി അബ്രഹാമിന് കൊടുക്കുന്ന പ്രാധാന്യത നിങ്ങൾ അറിയണം കേട്ടോ. പാതാള പർദീസായി കിട്ടിയിരിക്കുന്ന പേരെന്താണ്? അബ്രഹാമിന്റെ മടി. ലൂക്കോസ് 16-ാം അധ്യായത്തിൽ ലാസർ ധനവാൻ സംഭവ കഥയ്ക്കകത്ത് ലാസറിനെ ഇരുത്തിയിരിക്കുന്നത് എവിടെയെന്നാ പറയുന്നത്? അബ്രഹാമിന്റെ മടിയിൽ. അപ്പോൾ പർദീസയ്ക്ക് കൊടുത്തിരിക്കുന്ന പേരേതാണ്? അബ്രഹാമിന്റെ മടി എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലാക്കുന്നുണ്ടോ? ദൈവത്തിന്റെ പദ്ധതി ആ മനുഷ്യന്റെ മേൽ കയറിക്കിടക്കുന്നത് കണ്ടോ? ഒരു തലമുറയിൽ അവസാനിക്കുന്നതല്ല, ഒരു കാലഘട്ടത്തിൽ അവസാനിക്കുന്നതല്ല. ദൈവത്തിന്റെ പദ്ധതി മുഴുവൻ ഈ മനുഷ്യനുമായി കണക്റ്റായി കിടക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ ഫേവർ. ഇനി നിങ്ങൾ അബ്രഹാമിന്റെ പുത്രനായ ഇസഹാക്കിന്റെ കുടുംബത്തിനകത്തേക്കൊന്ന് നോക്കിക്കേ. അബ്രഹാമിന്റെ പുത്രനായ ഇസഹാക്കിന്റെ കുടുംബത്തിനകത്ത് അദ്ദേഹത്തിന് 2 ആൺമക്കൾ ഉണ്ടായി. 2 ആൺമക്കൾ. ഒരുത്തന്റെ പേരാണ് ഏശാവ്, വേറൊരുത്തന്റെ പേരാണ് യാക്കോബ്. റോമലേഖനം 15-ാം അധ്യായത്തിൽ പോളത് സമർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നാണ് വായിക്കുന്നത്. ഞാൻ മൂത്തവനെ ദ്വേഷിച്ചു, ഇളയവനെ സ്നേഹിച്ചു. കണ്ടോ ഇസഹാക്കിന്റെ സന്തതി അല്ലേ ഇത്? പക്ഷേ ഇവിടത്തെ ഒരുത്തനെ ദ്വേഷിക്കുന്നു, ഒരുത്തനെ സ്നേഹിക്കുന്നു. നിങ്ങൾ പറയും ഏശാവിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ദൈവം അവനെ ദ്വേഷിച്ചത്. അങ്ങനല്ല. നിങ്ങൾ റോമലേഖനം ഈ 9-ാം അധ്യായത്തിലേക്ക് വരണേ. അവിടെ പറയുന്നുണ്ട്, കുട്ടികൾ ജനിക്കുന്നതിന് മുൻപേ
ജഡമാ വല്ലതും തെരഞ്ഞെടുക്കുന്നതിന് മുൻപ്, അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. കുട്ടികൾ ജനിക്കുന്നതിന് മുൻപ്, ഗുണമാകട്ടെ ദോഷമാകട്ടെ വല്ലതും തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ്. 11ാമത്തെ വാക്യമാണ്. 11ാമത്തെ വാക്യം, റിബേക്കയും നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ. കണ്ടോ, ഗുണവുമില്ല ദോഷവുമില്ല, ഒന്നും പ്രവർത്തിച്ചിട്ടുമില്ല, ഈവൻ ജനിച്ചിട്ട് പോലുമില്ല. അവിടെ കർത്താവ് പറയുക, മൂത്തവൻ ഇളയവനെ സേവിക്കും. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിക്കുന്നു. അവിടെ എന്നിട്ട് ഒരു ചോദ്യമുണ്ട് 14ാമത്തെ വാക്യത്തിൽ. ആരെങ്കിലും ചോദിച്ചാലോ എന്ന് കരുതി അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആകയാൽ നാം എന്ത് പറയണ്ടോ? ദൈവത്തിൻ്റെ പക്കൽ അനീതി ഉണ്ടോ? ഒരു നാളും ഇല്ല. അതായത് ദൈവത്തിന് ഫേവറേറ്റിസം അല്ല ഉള്ളത്, ദൈവത്തിന് ചിലരോട് ഫേവറുണ്ട് എന്നുള്ളതാണ്. പക്ഷപാതമല്ല ദൈവത്തിനുള്ളത്, ദൈവത്തിന് ചിലരോട് ഇഷ്ടമുണ്ട്. അതാ പറഞ്ഞത്, അനീതിയിൽ നിന്നല്ല. എന്നിട്ട് 15ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എന്താ? എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നുന്നു, എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് എനിക്ക് കനിവ് തോന്നുന്നു. അത് പക്ഷപാതമല്ല, മുഖപക്ഷമല്ല. അത് ദൈവത്തിൻ്റെ ആ കരുണയ്ക്കകത്ത് നിന്ന്, ദൈവത്തിൽ നിന്നുണ്ടായി വരുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പൊ കണ്ടോ, ജനിച്ചിട്ടില്ല, തെരഞ്ഞെടുത്തിട്ടില്ല, പക്ഷെ ദൈവത്തിന് ആ വ്യക്തിയോട് മാത്രം ഒരു ഫേവറുണ്ട്. ഇനി നിങ്ങൾ അത് മനസ്സിലാക്കാൻ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് വരണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. യാക്കോബ് എന്ന് പറയുന്ന ഈ പറയുന്ന അപ്പൻ്റെ വീട്ടിൽ ദീനാമ്മാമ ഉൾപ്പെടെ 13 മക്കളുണ്ട്. അമ്മാമ്മയെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിക്കോ. 12 അച്ചാച്ചന്മാരെ തെരഞ്ഞെടുത്തോ. ഈ അച്ചാച്ചന്മാരിലേക്ക് നോക്കിക്കേ. ഈ 12 അച്ചാച്ചന്മാരിലും വെച്ച് യോസഫിനോട് ദൈവത്തിനൊരു സ്പെഷ്യൽ ഫേവർ. നിങ്ങൾ പലരും മിണ്ടുന്നില്ല. എൻ്റെ ചോദ്യം, യോസഫ് പ്രാർത്ഥിച്ചു? അദ്ദേഹം ബാലനായിരുന്നപ്പോൾ തന്നെ കർത്താവ് സ്വപ്നം കൊടുത്തു. സ്വപ്നം എന്താ? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും യോസഫിനെ നമസ്കരിക്കുന്നു. വയലിൽ യോസഫിന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു, ബാക്കി കറ്റകൾ വീണ് നമസ്കരിക്കുന്നു. ഈ യാക്കോബ് എന്ന് പറയുന്ന പുള്ളി വലിയ ദർശനക്കാരനാണ്. അദ്ദേഹത്തിന് പോലും ഇതെന്തുവെന്ന് മനസ്സിലായില്ല. പുള്ളി വലിയ ദർശനം കണ്ട ആളല്ലേ. സ്വർഗത്തോളം എത്തുന്ന ഗോവേണി. ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു എന്നല്ല, കയറുകയും, അതിനൊക്കെ അർത്ഥവ്യത്യാസങ്ങളുണ്ട്. ഇറങ്ങുകയാണ് ദൂതൻ സ്വർഗത്തിലാണ്, സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. ഇവിടെ നേരെ തിരിച്ച, കയറുകയും ഇറങ്ങുകയും. അപ്പൊ ദൂതൻ താഴെയായിരുന്നു. പിന്നെ നിങ്ങൾ ഉന്നവൃക്ഷത്തിന്റെ കൊമ്പ് ഒക്കെ അറിയാമല്ലോ, വിശദീകരിക്കുന്നില്ല. ഇതൊക്കെ കണ്ട പുള്ളിയാണ് ഈ യാക്കോബ്. പക്ഷേ ഈ യാക്കോബിന് പോലും യോസഫ് പറഞ്ഞ ദർശനം മനസ്സിലായില്ല. പുള്ളി ചോദ്യം ചെയ്തത്. ഇപ്പം ഞാൻ പറഞ്ഞത്, 11 മക്കൾ കാണാത്ത ഒരു ദർശനം യോസഫ് കാണുക, ദൈവം കാണിക്കുക. ഇതാ ഫേവർ എന്ന് പറയുന്നത്. എല്ലാവരോടും തോന്നാത്ത ഫേവർ. അവിടെ നിങ്ങൾ ഇശായിയുടെ വീട്ടിലോട്ട് വന്ന് ഇശായിയുടെ ഇതര ആൺമക്കളോട് തോന്നാത്ത ഒരു കാര്യം ദൈവത്തിന് ദാവീദിനോട് തോന്നി. അതെന്തിൻ്റെ പേരില അറിയില്ല, അതാ ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പോൾ ആളുകൾ പറയും, പാസ്റ്റർ ഇതെല്ലാം ഓൾഡ് ടെസ്റ്റ്മെൻ്റ് അല്ലേ, അവിടെ അങ്ങനെയൊക്കെ നടക്കും. ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ വല്ലതും ഉണ്ടോ? ഉണ്ട്. 70 ശിഷ്യന്മാർ, പിന്നെ ഒരു 12 പേര്, അവരെയാണ് അപ്പോസ്തലന്മാരെന്ന് വിളിച്ചത്. അങ്ങനല്ലേ? പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു, അവർ അവൻ്റെ അടുക്കൽ വന്നു, അവൻ അവരെ അപ്പോസ്തലന്മാരെന്ന് പേർ വിളിച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ 12 അപ്പോസ്തലന്മാരിൽ വെച്ച് 3 പേർ അതിനകത്തൊരു ഇന്നർ കോറായിരുന്നു. ഇവര് മറുരൂപ മലയിൽ അവരോടൊപ്പം ഉണ്ട്, കർത്താവിനോടൊപ്പം ഉണ്ട്. യായിറോസിന്റെ വീട്ടിൽ കൊച്ചിനെ എഴുന്നേൽപ്പിക്കുമ്പോൾ കർത്താവിനോടൊപ്പം ഉണ്ട്. ഗത്സമനിൽ വ്യാകുലപ്പെട്ടത് കണ്ടത് ഈ 3 പേരാ. ഇതൊരു സെൻട്രൽ കൺവെൻഷൻ ആണല്ലോ. ഇപ്പൊ സെന്ററിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആരെങ്കിലും ഒരാള്
ഒരു 3-4 പേരോട് മാത്രം ഇങ്ങനെ അടുക്കുകയും ബാക്കിയുള്ളവരോട് അടുക്കാതിരിക്കുകയും ചെയ്താൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും സെൻറ്ററിൽ ഒന്ന് ആലോചിക്കും. ഞങ്ങളെല്ലാവരും ഒരുപോലെയല്ലേ? ഇനി അങ്ങനെ അല്ലാഞ്ഞിട്ട് ഇവിടെ സഹിക്കാൻ മേല. അപ്പം പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കൂടെ കാണിച്ചാൽ നിങ്ങളത് ആലോചിക്കും. യൂദ ഉൾപ്പെടെ 9 പേരെ താഴെ ഒരു ഭൂതത്തെ ഇറക്കാൻ കിടന്ന് വേർക്കുക. അപ്പം 3 പേര് മോശയും ഏലിയാവും സംസാരിക്കുന്ന മേഘം ഇറങ്ങി നിൽക്കുന്ന ഇടത്ത് കർത്താവിനോട് കൂടെ ആയിരിക്കുക. എന്തെല്ലാം പറഞ്ഞു കാണും. ഞാൻ അവിടെ മനസ്സിലാക്കിയത് കർത്താവ് ഇതിനെ മൈൻഡ് പോലും ചെയ്തില്ല. ഇവന്മാരിങ്ങനെ കുഴച്ചിലുണ്ടാക്കുമെന്നോ സംസാരം ഉണ്ടാക്കുമെന്നോ കർത്താവ് ചിന്തിച്ചു പോലും ഇല്ല. ഇതൊന്നും കർത്താവിൻ്റെ വിഷയമല്ല. യായിറോസിന്റെ വീട്ടിൽ തലീത്ത കൂമി എന്ന് കൊച്ചിനോട് പറയുമ്പം അത് കേൾക്കാൻ 3 പേരേ ഉള്ളൂ. 9 പേര് ഡോറിന് പുറത്ത് നിൽക്കുക. നമ്മളായിരുന്നു എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കിയതിന്. കർത്താവ് അത് മൈൻഡ് ചെയ്തേ ഇല്ല. എൻ്റെ പ്രിയരെ, അത് അങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാകുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതാ ഈ ദൈവത്തിൻ്റെ ഫേവർ എന്ന് പറയുന്നത്. ജീസസ്. ഏറ്റവും ഒടുവിൽ ഒരു വാക്യം കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ വിശദീകരണത്തിലേക്ക് വരാം. ഈ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുക കൊണ്ട് എൻ്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉള്ള അഭിഷേകമല്ല. പിന്നെ കൂട്ടുകാരിൽ പരമായി, ഉച്ചത്തിൽ പറ, കൂട്ടുകാരിൽ, ഒന്നുകൂടെ പറഞ്ഞു, കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ പോറ്റുന്ന, പാടി നോക്കിക്കേ, കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ, നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. ഒന്നുകൂടെ പാടിക്കേ, കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ പോറ്റുന്ന, കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ, നല്ല ഇതാ ഞാൻ പറഞ്ഞു കൂട്ടുകാരിൽ പലർക്കും ഇല്ലാത്തത് ഒരാനന്ദ തൈലത്തിൻ്റെ അഭിഷേകം നിന്റെ തലമേൽ നൽകാൻ, അങ്ങനെ നിന്നെ പോറ്റാൻ ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിൽ എൻ്റെ ദൈവത്തിന് മനസ്സുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. നിന്റെ കൂട്ടുകാര് കണ്ടിട്ടില്ലാത്ത, നിന്റെ സഹപ്രവർത്തകർ കണ്ടിട്ടില്ലാത്ത, ഈവൻ നിന്റെ സഹോദരങ്ങൾ പോലും കണ്ടിട്ടില്ലാത്ത ദൈവത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സ്പെഷ്യൽ ഫേവർ. അങ്ങനെ ഒരു കാര്യം കൊതിക്കുന്നവരുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞ എന്തുവെന്ന് മനസ്സിലായോ? പഴയ നിയമം തൊട്ട് പുതിയ നിയമം വരെ പറഞ്ഞു കൊണ്ടുവന്ന ഞാൻ ആ കാര്യത്തെ സ്ഥാപിച്ചത്. നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ ആ 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്, ആ 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്, ആ 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി പിടിച്ചിട്ട് ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിര്. എൻ്റെ കർത്താവേ, എൻ്റെ കൂട്ടുകാരും കാണാത്ത, എൻ്റെ സഹപാഠികൾ ആരും കാണാത്ത, എൻ്റെ സഹപ്രവർത്തകരാരും കാണാത്ത, എൻ്റെ ചാർച്ചക്കാർ കാണാത്ത ആ അവിടുത്തെ ഫേവർ അങ്ങ് എൻ്റെ മേലൊന്ന് പകരണം. പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവർ ആദരം പൂട്ടി മൗനമായി നിൽക്കാതെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കണ്ടടങ്ങളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീര്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രാർത്ഥന വാചകങ്ങൾ ഇന്ന് പകലിൽ നിങ്ങളുടെ മേൽ ആ ഒരു പകർച്ചയെ കൊണ്ടുവന്ന് തരുന്നത്. പ്രാർത്ഥിക്കാൻ കരുത്തുള്ളവർ ആത്മാവിൽ ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിച്ചു. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലത്തിൻ്റെ ഒരു പകർച്ച.
Ragatamana Gadagatana Ragatamana Gadagatana Ram Salchanantana Ragatana 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 Shagantana Ragantana 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 Ragamtana 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 നിന്നെ എഴുതി തള്ളിയിടത്ത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞയിടത്ത്, നീ രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞയിടത്ത്, നീ ഉപയോഗിക്കപ്പെടത്തില്ല എന്ന് പറഞ്ഞയിടത്ത്, നീ വേസ്റ്റ് ആണെന്ന് പറഞ്ഞയിടത്ത് നിന്നെ തെളിയിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ ആ സ്പെഷ്യൽ കരുണയുടെ പേരാ ഇന്ന് പകല് ഞാൻ പറയുന്നത്, ദൈവത്തിന്റെ ഫേവർ. കർത്തനാസന്മാരെ, ഞാൻ ഒരിക്കൽ ഈ ഒരു വാക്കിനെ ഫേസ് ചെയ്തതാണ്. നിങ്ങൾക്കറിയാലോ, എന്നെ റെജി ശാസ്താംകോട്ടെ എന്ന് വിളിച്ച ഒരു സമയമുണ്ട്. ഇപ്പം ഞാൻ സമ്മതിക്കത്തില്ല അങ്ങനെ വിളിക്കാൻ. എൻ്റെ കണ്ണിൽ അങ്ങനെ നോട്ടീസ് കണ്ടാൽ ഞാൻ തിരുത്താൻ പറയും. ഞാൻ സമ്മതിക്കത്തില്ല. കാരണം ഞാൻ കുമ്പനായിട്ടാണ് താമസിക്കുന്നത്. എനിക്ക് ആ നാടുമായിട്ട് ഒരു ബന്ധവുമില്ല. പേര് വന്നത് ഞാൻ അവിടെ പാസ്റ്ററായിരുന്ന സമയത്ത് പ്രസംഗം തുടങ്ങിയതുകൊണ്ടാണ് അങ്ങനെ ആ പേര് വന്നത്. അപ്പോൾ 2007 എൻ്റെ മിനിസ്ട്രി ചേഞ്ച് ആകുന്നത്. ഒരു ഫാസ്റ്റിംഗ് പ്രയർ, ഒരു സാധാരണ ഫാസ്റ്റിംഗ് പ്രയർ. ആ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ 19ാമത്തെ രാത്രി വൈകിട്ട് ആരാധന നടക്കുക. അപ്പം ഞാനിങ്ങനെ ചർച്ചിൻ്റെ പുൾപിറ്റിൽ നിൽക്കുക ആരാധനയുടെ സമയത്ത്. അന്ന് പരിശുദ്ധാത്മാവ് എന്നെ തൊടുന്നത്. പല പ്രാവശ്യം ഞാൻ ദൈവിക സ്പർശനം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഒരു സ്പെഷ്യൽ എൻകൗണ്ടറായിരുന്നു. അവിടെ തൊട്ട് ഞാൻ അതുവരെ ചെയ്തു വന്ന കാര്യങ്ങളെല്ലാം നിർത്തി. പിന്നെ പ്രാർത്ഥനയിലോട്ടങ്ങ് കയറി. അത്യാവശ്യം ചർച്ചിൻ്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ പ്രയറാണ്. വണ്ടി ഓടിക്കുമ്പോൾ പ്രാർത്ഥന, ഇരിക്കുമ്പോൾ പ്രാർത്ഥന, നടക്കുമ്പം പ്രാർത്ഥന. നിരന്തരമായി അന്യഭാഷയിൽ ഇങ്ങനെ സംസാരിക്കുവാനായിട്ട് തുടങ്ങി. അന്യഭാഷയിൽ മാത്രം സംസാരിക്കുക. ഇങ്ങനെ ഏതാണ്ടൊരു 28 ദിവസത്തോളം അത് തുടർന്നു. 28ാമത്തെ ദിവസത്തിൽ എന്നെ ആദ്യത്തെ മീറ്റിങ്ങിന് വിളിക്കുന്നത് പേരൂർക്കട KC തോമസ് പാസ്റ്ററുടെ ചർച്ചിലെ ആദ്യത്തെ മീറ്റിംഗ്. അവിടെ നിന്ന് പരക്കെ മീറ്റിങ്ങുകളായി. 2007 കഴിഞ്ഞു, 2008 2009. പക്ഷെ എവിടെയോ എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് എന്തോ ഒന്ന് ലാഗ് ചെയ്യുന്നത് പോലെ. എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പറക്കുക. പക്ഷെ ഞാൻ മീറ്റിംഗ് ഉണ്ടെങ്കിലും ഞാൻ തൃപ്തനല്ല, സന്തോഷമില്ല ശുശ്രൂഷയ്ക്കകത്ത്. ഞാൻ എൻ്റെ ഒരു സ്നേഹിതനോട് പറഞ്ഞത്, ദേവദാസനെ, ഞാൻ മിനിസ്ട്രിയിൽ അത്ര വലിയ സന്തോഷം അനുഭവിക്കുന്നില്ല. അപ്പം അദ്ദേഹം എന്നോട് എടുത്ത വാക്കി പറയുക, അതെ, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഫേവർ കാണത്തില്ലായിരിക്കും. അന്ന് ജിസ്മോൻ പാസ്റ്ററെ ഞാൻ ആദ്യമായിട്ട് ഈ പദം കേൾക്കുന്നത്. എനിക്കറിയാം ഫേവർ എന്ന് പറയുന്ന പദം അറിയാം. ദൈവത്തിൻ്റെ ഫേവർ എന്ന് പറയുന്ന പദം അന്നാ കേട്ടത്. അടുത്ത വർഷങ്ങളിൽ എൻ്റെ പ്രാർത്ഥന മുഴുവൻ ഇതായിരുന്നു. ഇതൊരു വലിയ ഞെട്ടലായിരുന്നു. ഞാൻ 4ാം തലമുറ പെന്തക്കോസ്തുകാരനാണ് കേട്ടോ. എൻ്റെ വല്യപ്പച്ചൻ്റെ അമ്മച്ചി രക്ഷിക്കപ്പെട്ടതാണ്. അങ്ങനെ പാരമ്പര്യമായിട്ട് വിശ്വാസത്തിൽ ജീവിച്ച് അങ്ങനെ സെമിനാരി വന്ന് അങ്ങനെ മിനിസ്ട്രിയിൽ വന്ന ഒരാളാണ് ഞാൻ. എന്നോട് ദൈവത്തിൻ്റെ ഫേവർ ഇല്ല എന്ന് പറഞ്ഞത് എനിക്കൊരു ഞെട്ടലായി. അടുത്ത വർഷങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു. വേദി ചോദിച്ചില്ല, അവസരങ്ങൾ ചോദിച്ചില്ല, വീസ ചോദിച്ചില്ല, ഫേവറാണ് ചോദിച്ചത്. 2009, 10, 11 ഒരു 3 വർഷമൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ഫേവർ ചലിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ഫേവർ ചലിക്കാൻ തുടങ്ങി. അവിടെ മുതലാണ് ഇന്ന് കാണുന്ന ശുശ്രൂഷകളെല്ലാം ഡെവലപ്പായത്. ഇത് ഞാൻ അനുഭവിച്ചത് കൊണ്ട് പറയാം. നീ എത്ര എഴുതി തള്ളപ്പെട്ട വ്യക്തിയാണേലും, നീ എത്ര കൊള്ളാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞാലും, നിന്റെ പ്രസംഗം പോരാ, നിന്റെ ഭാഷ പോരാ, നിന്റെ അവതരണം പോരാ, നിന്റെ ശൈലി പോരാ, നീ വളരത്തില്ല, നീ ഉയരത്തില്ല. ഇതെല്ലാം പറഞ്ഞു പരത്തിയാലും
നിങ്ങളെ നോക്കി ഞാൻ ആത്മനിയോഗത്തിൽ പറയട്ടെ, ഇതെല്ലാം നമ്മുടെ കഴിവുകേടുകളും നമ്മുടെ അപ്രാപ്തിയും നമ്മുടെ അയോഗ്യതകളുമാണെങ്കിൽ അതിനകത്തേക്ക് ദൈവത്തിൻ്റെ ഫേവർ ഇറങ്ങി വന്നാൽ, പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് പ്രതികരിച്ചോ. ദൈവത്തിൻ്റെ ഫേവർ ഇറങ്ങി വന്നാൽ അവിടെ കാര്യങ്ങൾ തിരിയാൻ തുടങ്ങും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന സാധാരണക്കാരായ സഹോദരന്മാർ സഹോദരിമാർ ധാരാളമുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ശുശ്രൂഷകന്മാർ ഒത്തിരി പേരുണ്ട്. അഭിഷക്തന്മാരെ ഞാൻ ആത്മാവിൽ പറയട്ടെ, നിങ്ങളുടെ ശുശ്രൂഷയുടെ വ്യതിയാനം ഇരിക്കുന്നത് നിങ്ങളുടെ കഴിവിനകത്തല്ല, നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുന്ന ദൈവത്തിൻ്റെ ഫേവറിനകത്താണ്. ഈ പകലിൽ അതുകൊണ്ട് ഈ വചനത്തെ കയറി തൊടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ആത്മാവിൽ വചനത്തെ കയറി തൊടണം. നിങ്ങൾ ആത്മാവിൽ പിടിക്കണം ഈ വചനത്തെ. അടുത്ത 1 മണിക്കൂർ കൂടെ ഞാൻ പറയാൻ പോകുന്ന പ്രസംഗത്തിൻ്റെ കാഠിന്യമേറിയ വാക്കുകളും ആശയങ്ങളും ഒന്നും ഒരുപക്ഷെ നിങ്ങൾ കേട്ടില്ലെങ്കിലും ഇതുവരെ കേട്ട വചനം നിങ്ങളുടെ ആത്മതലങ്ങളെ തൊട്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറയണം, വേറൊന്നും ചോദിക്കുന്നില്ല, ഇന്ന് പകൽ എൻ്റെ മേൽ അവിടുത്തെ ഫേവർ ഇറങ്ങണം. പ്രാർത്ഥിക്കുവാൻ നിയോഗമുള്ളവർ ആത്മാവിൽ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്. ചിലരോട് ഇന്ന് മുതൽ ദൈവത്തിന് ബന്ധപരമായ ഒരു അടുപ്പം ഉണ്ടാകാൻ പോകുകയാണ്. ചിലരെ ദൈവം സ്പെഷ്യലായി അംഗീകരിക്കാൻ പോകുകയാണ്. അപ്പൻ ഉപേക്ഷിച്ച, അമ്മ ഉപേക്ഷിച്ച ദാവീദ്, സഹോദരന്മാർ ഉപേക്ഷിക്കപ്പെട്ട ദാവീദ് പൊടുന്നനമേ അഭിഷിക്തനായി മാറിയതുപോലെ നിന്റെ കാലഗതികളെ തിരിക്കത്തക്ക വിധത്തിൽ ഇന്ന് പകലിൽ നിന്റെ മേൽ മറ്റാരും കണ്ടിട്ടില്ലാത്ത ഏതാനും ചിലരുടെ മേൽ മാത്രം പകരപ്പെടാൻ സാധ്യതയുള്ള ഒരു അനോയിന്റിങ്ങിനെ കർത്താവ് കൈമാറ്റം ചെയ്യാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഈ വ്യത്യാസങ്ങൾ ഒരു ദിവസം കൊണ്ട് സംഭവിക്കുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. 1 മാസം കൊണ്ടോ ചിലപ്പോൾ 1 വർഷം കൊണ്ടോ സംഭവിക്കുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ചേഞ്ചായവരെല്ലാം ദൈവത്തിൻ്റെ ഫേവറിനകത്താ ചേഞ്ചായതെങ്കിൽ ഈ പകലിൽ എന്നെ കേൾക്കുന്ന മുഴുവൻ ദൈവജനത്തെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, ഈ സെൻട്രൽ കൺവെൻഷൻ വെറുതെ അവസാനിക്കാൻ പോകുകയല്ല. ഈ സെൻട്രൽ കൺവെൻഷൻ വെറുതെ തീരാൻ പോകുകയല്ല. ചിലരുടെ മേലേക്ക് ദൈവത്തിന്റെ ഫേവർ ചൊരിഞ്ഞ് പലരും നിങ്ങളെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകളെ അടിമുടി തിരുത്തി കുറിക്കത്തക്ക വിധത്തിൽ ചില അസാധാരണ പ്രവർത്തികളെ വെളിപ്പെടുത്തി അങ്ങനെ ഒരു പകർച്ച സംഭവിക്കാൻ പോകുകയാണ്. ഒന്നുകൂടെ പാടിക്കുക, അറിഞ്ഞു പാടിക്കുക. കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ പോറ്റും, കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ, നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. ഒന്നുകൂടെ പഠിക്കോ. കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ പോറ്റുന്ന, ഓ കൂട്ടുകാരിൽ പരമായിട്ട് എന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ, നല്ല പെറ്റമ്മയിൽ. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങളെ അപമാനിച്ച്, നിങ്ങളെ പരിഹസിച്ച്, നിങ്ങളുടെ കാതിൽ നിങ്ങൾ കേൾക്കെ നിങ്ങൾ നന്നാവില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ ദൃഷ്ടിയിൽ ഒരുപാട് വളർന്നെന്ന് കരുതിയ പലരുടെയും മുൻപിൽ അവരെക്കാൾ മാന്യരാക്കി നിങ്ങളെ നിർത്തുമെന്ന വെളിപ്പാട് നിങ്ങളുടെ അകത്തുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ണടച്ചിട്ട് വിശ്വാസത്താൽ അത് പറയണം. ഈ കൂട്ടുകാരെക്കാൾ പരമായിട്ട് എന്നെ പോറ്റും.
അവനെ നോക്കി പഠിക്കടാ, അവളെ നോക്കി പഠിക്കടി എന്നൊക്കെ പലരെ നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞ ഇടത്ത് നിന്നെ നോക്കി പഠിക്കാൻ പറയുന്ന വിധത്തിൽ നിന്റെ ലൈഫിനെ ദൈവം തിരിക്കുന്നത് ഈ ഫേവറിനകത്താണ്. ഒന്ന് പ്രാർത്ഥിച്ചോ, ഒന്ന് പ്രാർത്ഥിച്ചോ, ഒന്ന് പ്രാർത്ഥിച്ചോ. ഹൃദയം തുറന്ന് പറ, ഇത് കർത്താവിനോട് ഇടപെടേണ്ടുന്ന സമയമാണ് കേട്ടോ. ഞാനതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കൂടുതൽ അവസരം തരുന്നത്. കർത്താവിനോട് നിങ്ങൾ സംഭാഷിക്കേണ്ടുന്ന റജി പാസ്റ്റർ എന്ന പ്രഭാഷകനിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് നിങ്ങൾ ദൈവവുമായി വ്യക്തിപരമായി ഇടപെടേണ്ടുന്ന സമയമാണ്. ഞാനത് എൻ്റെ അകത്ത് വരുന്ന ഒരാശയം കൊണ്ട് പെട്ടെന്നൊന്ന് നിർവചിക്കുകയാണ്. ഏലി ഹന്നയെ നോക്കി പറയുകയാണ്, ഇവൾ വീഞ്ഞു കുടിച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ ഹന്നയുടെ ഹൃദയം അതല്ല. അവൾ പറഞ്ഞു, അങ്ങനെയല്ല യജമാനന്, ഞാൻ എൻ്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുക. അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് നിങ്ങൾ ഈ വേദിയിൽ നിന്ന് പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ പിടക്കണം. നിങ്ങളുടെ അധരങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെ വിതുമ്പണം. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചലിക്കണം. അങ്ങനെ ആത്മതലങ്ങളിൽ ഒരു ചലനം സംഭവിക്കുകയാണെങ്കിൽ ഈ പകലിൽ നിങ്ങൾ ഇവിടെ ഒന്ന് എഴുന്നേൽക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കരുതലുമായിട്ടായിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിനൊന്ന് പ്രതികരിച്ചോ. ഈ റോമയിലുള്ളവർ ദൈവത്തിന് പ്രിയരാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അവർ പ്രിയരായി എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് അവർ പ്രിയരായി? അവരുടെ വിശേഷത കൊണ്ടായിരുന്നില്ല, അവരുടെ യോഗ്യത നിമിത്തമല്ലായിരുന്നു, അവരുടെ അനുസരണ നിമിത്തമല്ല. പിന്നെ എന്താണ്? ദൈവത്തിന് അവരോട് സൗജന്യമായ കൃപയുണ്ടായി. ദൈവത്തിന്റെ പരമാധികാര ഇച്ഛ അവരുടെ മേൽ ദൈവത്തിന് വെളിപ്പെടുത്താൻ തോന്നി. അങ്ങനെ അവർ ദൈവത്തിന് പ്രിയരായത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളുടെ ഒരു കഴിവ് കൊണ്ടുമല്ല ദൈവത്തിന് നമ്മളോട് പ്രിയമുണ്ടാകുന്നത്. നമ്മുടെ ത്വക്കിൻ്റെ നിറം കൊണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ ആകൃതി കൊണ്ടും നമ്മുടെ മുഖ സൗന്ദര്യം കൊണ്ടും നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ സ്ഥാനമാനങ്ങൾ കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടും നമ്മുടെ പ്രാപ്തി കൊണ്ടും ഒന്നുമല്ല നമ്മൾ ദൈവത്തിൻ്റെ പ്രിയത്തിനകത്തേക്ക് കയറാൻ പോകുന്നത്. നമ്മുടെ അധരത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന നിമിത്തമാണ്. അതെന്നെ പാസ്റ്ററെ അങ്ങനെ പറഞ്ഞത്? പറയാം. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ സകല ജാതികളെക്കാളും സംഖ്യയിൽ പെരുപ്പമുള്ളവരായതുകൊണ്ടല്ല നിങ്ങളെ ഞാൻ പ്രിയപ്പെട്ട് തെരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, എണ്ണം കൂടിയത് കൊണ്ട് തെരഞ്ഞെടുത്തതല്ല, കഴിവ് കൂടിയത് കൊണ്ട് തെരഞ്ഞെടുത്തതല്ല. എവിടെയോ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഒരു വാഗ്ദത്തം, അതാണ് അവരുടെ മേൽ തെരഞ്ഞെടുപ്പായിട്ട് വീണത്. അവിടെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്ക് സാധ്യത ഉണ്ടാകുന്നത്. ജീസസ്. കഴിവില്ലാത്തവന് സാധ്യതയുണ്ട്, പഠിപ്പില്ലാത്തവന് സാധ്യതയുണ്ട്, ലെഗസി ഇല്ലാത്തവന് സാധ്യതയുണ്ട്. ദൈവത്തിന് ചിലരോട് സ്പെഷ്യലായ ഫേവർ ഉണ്ടാകുക. നമ്മൾ ഈ ന്യൂ ടെസ്റ്റ്മെന്റിലെ ഒരു ഭാഗം വായിക്കുന്നുണ്ടല്ലോ, അങ്ങനെ പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും. ഒന്നുകൂടെ അറിയത്തില്ലേ വാക്യം? അങ്ങനെ പിൻപന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരും ആകും. മത്തായി സുവിശേഷം 20:16.
ഞാൻ അതിൻ്റെ ഒരു വിശദീകരണം പറയാം, നിങ്ങൾ എന്നോടൊപ്പം വരണം. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വേലക്കാരെ വിളിച്ചാക്കി വേലയ്ക്ക്. പുലർച്ചെ പോയെന്ന് എഴുതിയിരിക്കുന്ന, നമ്മളുടെ സമയം പോലെയല്ല അവരുടെ സമയക്രമം. അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് രാവിലെ 6 മണിക്കാണ്, വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. അത് വെച്ചാണ് അവർ ഈ 1-ാം മണി 2-ാം മണി 3-ാം മണി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ 1-ാം മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6 മണിയാണ്, 3-ാം മണി എന്ന് പറയുമ്പോൾ 9 മണിയാണ്, 6-ാം മണി എന്ന് പറയുമ്പോൾ 12 മണിയാണ്. ഇനി 9-ാം മണി എന്ന് പറയുമ്പോൾ അത് വൈകിട്ട് 3 മണിയാണ്, 11-ാം മണി എന്ന് പറയുമ്പോൾ 5 മണിയാണ്. ഇങ്ങനെയാണ് അവരുടെ സമയക്രമം. അത് ചില ഇംഗ്ലീഷ് ഭാഷാന്തരങ്ങളിലൊക്കെ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ മലയാളത്തിൽ വായിക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് ഞാൻ ഈ പറഞ്ഞ ആ ടൈം ഫ്രെയിം തന്നെ എഴുതിയിട്ടുണ്ട്. മത്തായി 20:3 3-ാം മണി നേരത്തെ പുറപ്പെട്ടു എന്ന് വായിക്കുമ്പോൾ ചില ഭാഷാന്തരങ്ങൾ എഴുതിയിരിക്കുന്നത് about 9 o'clock അങ്ങനെ. 5-ൽ 6-ാം മണി നേരത്ത് ചെന്നു എന്ന് വായിക്കുമ്പോൾ ചില ഭാഷാന്തരങ്ങൾ എഴുതിയിരിക്കുന്നത് about 12 o'clock അങ്ങനെ. അത് ഈ മലയാളത്തിൽ വന്ന ഒരു ഭാഷാന്തരത്തിലെ പ്രത്യേകതയാണ്. അത് KJV തുടങ്ങിയുള്ള ട്രാൻസ്ലേഷനൊക്കെ അങ്ങനെ about 3rd hour അങ്ങനെയാണ് ഈ 3-ാം മണി നേരത്തെ വിളിച്ചിരിക്കുന്നത്, about 3rd hour. അത് 6 തൊട്ട് കൂട്ടുന്നുണ്ട്. അപ്പം മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെയാക്കി യജമാനൻ. ചിലർ 6 മണിക്ക് ഇറങ്ങി, ചിലര് 9 മണിക്ക് ഇറങ്ങി, ചിലരെ 12 മണിക്ക് വിളിച്ചു, ചിലരെ വൈകിട്ട് 3 മണിക്ക് വിളിച്ചു, ചിലരെ 5 മണിക്ക് വിളിച്ചു. 5 മണിക്ക് ജോലി ചെയ്തവൻ എത്ര മണിക്കൂർ ജോലി ചെയ്തു? 1 മണിക്കൂർ. വൈകിട്ട് 3 മണിക്ക് ഇറങ്ങിയവനോ 3 മണിക്കൂർ. ഉച്ചയ്ക്ക് 12 മണിക്ക് ഇറങ്ങിയവനോ 6 മണിക്കൂർ. രാവിലെ 9 മണിക്ക് ഇറങ്ങിയവൻ എത്ര മണിക്കൂർ ജോലി ചെയ്തു? 9 മണിക്കൂർ. രാവിലെ 6 മണിക്ക് ഇറങ്ങിയവനോ 12 മണിക്കൂറും ജോലി ചെയ്തു. ഓക്കെ. ഈ കൂലി കൊടുക്കാനായിട്ട് ഇവർ വന്ന് നിൽക്കുക, യജമാനൻ്റെ കയ്യിൽ നിന്ന് കൂലി വാങ്ങാൻ. അപ്പോൾ 5 മണിക്ക് ഇറങ്ങിയവൻ കൂലി മേടിക്കാൻ വന്നപ്പോൾ അവൻ 1 വെള്ളിക്കാശ് കൊടുത്തു. വൈകിട്ട് 3 മണിക്ക് ജോലി ചെയ്യാൻ ഇറങ്ങിയവൻ അവന് കൂടുതൽ കിട്ടുമെന്ന് കരുതി, കാരണം 1 മണിക്കൂർ ജോലി ചെയ്തവന് 1 വെള്ളിക്കാശ്. അപ്പം 3 മണിക്കൂർ ജോലി ചെയ്തവൻ അതിനനുസരിച്ച് കൂടുതൽ കിട്ടുമല്ലോ. അവൻ ചെന്നപ്പോൾ അവനും കൊടുത്തു 1 വെള്ളിക്കാശ്. അപ്പം പുറകെയുള്ള ചിന്തിച്ചു, ഞങ്ങൾ 12 മണിക്ക് ഇറങ്ങിയത് 6 മണിക്കൂർ ജോലി ചെയ്തതാ, ഞങ്ങൾക്ക് കൂടുതൽ തരും. അവനും കൊടുത്തു 1 വെള്ളിക്കാശ്. ഏറ്റവും ഒടുവിൽ 12 മണിക്കൂർ ജോലി ചെയ്തവനും 1 വെള്ളിക്കാശ്. പ്രശ്നമായി. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവർ തമ്മിൽ സംസാരിച്ച എന്നാന്നറിയാമോ? പകലത്തെ വെയിലും ചൂടുമേറ്റ ഞങ്ങളെ അവരോട് തുല്യരാക്കിയല്ലോ. സങ്കടം അവരോട് തുല്യര. ഞങ്ങൾക്ക് അവരുടെ കിട്ടിയ കൂലിയേക്കാൾ കൂടുതൽ കിട്ടണമായിരുന്നു. അതാ ഇവിടുത്തെ പ്രശ്നം. അസൂയ. അവന് കൂടുതൽ കിട്ടി. കുറച്ച് കിട്ടുകയായിരുന്നേ കുഴപ്പമില്ലായിരുന്നു, അവന് കൂടുതൽ കിട്ടി. അവിടെയാ കർത്താവ് പറഞ്ഞത്, അങ്ങനെ പിൻപന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരുമാകും. ഇവിടെ ഒരു മർമ്മമുണ്ട്. കർത്താവ് അവിടെ പറയുന്നുണ്ട്, സ്നേഹിത, നീ എന്നോടൊരു കൂലി പറഞ്ഞൊത്തില്ലയോ? അതവിടെ ദേഷ്യം. നീ എന്നോട് ഈ രാവിലെ 6 മണിക്ക് ഞാൻ ജിസ്മോൻ പാസ്റ്റർ അതിങ്ങനെ ഭാവനെ കണ്ടപ്പോൾ ഈ പരിമ്പാവൂര് ബംഗാളി ഇരിക്കുന്ന പോലെ ഇരുന്നതായിരിക്കും. അല്ലാതെ പിന്നെ ഇത്രയും പേരെ ജോലിക്ക് വിളിക്കാൻ, ജോലിയൊന്നും ഇല്ലാതെ രാവിലെ 6 മണിയാകുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ കെട്ടി ബംഗാളി ഇരിക്കുന്നത് പോലെ ഇരുന്നോന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ആയിരിക്കാം. അതുകൊണ്ടാണല്ലോ കൂട്ടായിട്ട് ചെന്ന് വിളിക്കാൻ പറ്റിയത്. മെനക്കെട്ട് നിൽക്കുന്നവരെയൊക്കെ പോയി വിളിച്ചു. എൻ്റെ ഒരു ഭാവന പറഞ്ഞതാ കേട്ടോ, അങ്ങനെ ഉറപ്പൊന്നുമില്ല. അപ്പം ഈ 6 മണിക്ക് ചെന്ന് വിളിച്ചു. അവരോട് ചോദിച്ചു എത്ര വേണം? അവർ പറഞ്ഞു 1 വെള്ളിക്കാശ്. സ്റ്റാൻഡേർഡ് കൂലിയാ 1 വെള്ളിക്കാശ്. 9 മണിക്ക് ചെന്നവരോട് ചോദിച്ചു കൂലി എത്ര വേണം? 1 വെള്ളിക്കാശ്. അപ്പോൾ അവരോർത്തു യജമാനന് കളിപ്പ് പറ്റി. ഒന്ന് ചോദിച്ചപ്പോൾ സമ്മതിച്ചല്ലോ. 12 മണിക്ക് വിളിച്ചവനോട് ചോദിച്ചു കൂലി എത്ര വേണം? 1 വെള്ളിക്കാശ്. എനിക്കവിടെ ഇഷ്ടപ്പെട്ട കാര്യം എന്നാണെന്നറിയോ? ഈ 5 മണിക്ക് ജോലിക്ക് ഇറങ്ങിയാനുണ്ടല്ലോ, അവനോട് ചോദിച്ചു കൂലി എത്ര വേണമെന്ന്. അവനും പറഞ്ഞു 1 വെള്ളിക്കാശ്.
ഇതവിടുത്തെ വിഷയം. നേരത്തെ ഇറങ്ങിയ മൂത്ത ചേട്ടായി അസൂയപ്പെട്ടിരിക്കുക. എടാ, നേരത്തെ ചോദിക്കണ്ടായിരുന്നു, പിടികിട്ടിയില്ല. മനസ്സിലായോ? 12 വെള്ളിക്കാശ് നീ ചോദിച്ചായിരുന്നെങ്കിൽ തരത്തില്ലായിരുന്നോ? നിന്നോടാരും പറഞ്ഞു ഒന്ന് ചോദിക്കാൻ? തലയിൽ ആൾതാമസമുള്ളവൻ കാര്യം തിരിച്ചറിഞ്ഞ് 12 മണിക്കൂർ ജോലി ചെയ്തതിന്റെ കൂലി ചോദിക്കും. കൊടുക്കാൻ മനസ്സുണ്ടെന്ന് അങ്ങനെ ചോദിക്കുന്നേ. ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നു, അങ്ങനെ ചോദിച്ചേക്കുന്നേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് കഴിവിനകത്തല്ല കാര്യം. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, ദൈവത്തിൻ്റെ സിസ്റ്റം നമ്മുടെ സിസ്റ്റമേ അല്ല. നമ്മുടെ സിസ്റ്റം എന്നാണെന്നറിയാമോ? ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മേടിച്ച് ഇല്ലാത്തവന് കൊടുക്കും. പക്ഷെ ദൈവത്തിൻ്റെ സിസ്റ്റം എന്നാണെന്നറിയാമോ? ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഉള്ളതും കൂടെ എടുത്ത് ഉള്ളവന് കൊടുക്കും. അതെന്നെ ഇടപാടാ. 5 കിട്ടിയവൻ 5 കൂടെ നേടി, 2 കിട്ടിയവൻ 2 കൂടെ നേടി, 1 കിട്ടിയവൻ കൊണ്ട് കുഴിച്ചിട്ടു. അവൻ്റെ ഇന്ന് അതും കൂടെ എടുത്ത് ആർക്ക് കൊടുത്തു? അതാ ദൈവത്തിൻ്റെ സിസ്റ്റം. ഇത് താലന്തുമായിട്ട് ബന്ധപ്പെട്ട കാശിൻ്റെ കാര്യമല്ല കേട്ടോ. നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ സിസ്റ്റം. ആരോടാച്ച അസൂയപ്പെടുന്നേ? ആരോടാ അസൂയപ്പെടുന്നേ? എല്ലാവരും വളർന്നു, ഞാൻ എങ്ങും എത്തിയില്ല. ആരോടാ ചോദിക്കുന്നേ? ആ വളർന്നവൻ വളരാൻ എന്തൊക്കെ ചെയ്തെന്നറിയോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗ്രാജുവേഷൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഒരു 240-ലധികം കുട്ടികൾ ഗ്രാജുവേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാനുള്ളവൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോഴേ അറിയാം. ഒന്നിയിൽ അവനെ പ്രാർത്ഥനാ മുറിയിൽ കാണും, അല്ലെങ്കിൽ അവനെ ലൈബ്രറി കാണും. അല്ലാതെ അവനെ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഒന്നും കാണത്തില്ല. ചുമ്മാ ഇരുന്ന് വർത്താനം പറഞ്ഞ് ചിരിക്കാനൊന്നും അവനെ കാണത്തില്ല. അവൻ്റെ മിനിസ്ട്രിയിൽ അവൻ ഫോക്കസ്ഡ് ആയിരിക്കും. അവൻ്റെ ഉറക്കത്തിൽ പോലും അവൻ വായിച്ചുകൊണ്ടായിരിക്കും കിടക്കുന്നത്. അങ്ങനെയുള്ളവനാണ് നന്നാകാനുള്ളവൻ. അവനെ ദൈവം ഉപയോഗിക്കും. ഉഴപ്പിത്തല്ലി ഇൻസ്റ്റയിലും മാന്തി ഫേസ്ബുക്കിലും മാന്തി ഇരിക്കുന്നവനെ ദൈവം എങ്ങനെ ഉപയോഗിക്കുന്നത്? ഞാനത് കണക്ട് ചെയ്ത് പറയാം. പൗലോസ് തിമത്തിയോസിനോട് പറയുന്നുണ്ട്, നന്നായി വചനം ശുശ്രൂഷിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണണം, അവർ അക്കാര്യത്തിൽ അധ്വാനിച്ചിരിക്കുന്നുവല്ലോ. അവിടെ എനിക്ക് മനസ്സിലായ കാര്യം, നന്നായി വചനം പറയുന്നവൻ നന്നായി അധ്വാനിക്കുന്നവനാണ്. അവൻ വായിക്കാൻ സമയമെടുക്കും, തയ്യാറാക്കാൻ സമയമെടുക്കും, പ്രാർത്ഥിക്കാൻ സമയമെടുക്കും, അവൻ അധ്വാനിക്കും. അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ അതിൻ്റെ മുൻപിലായിരിക്കും. അവൻ നന്നായി ശുശ്രൂഷിക്കും. അല്ലാത്തവർ അന്തസ്സായിട്ട് ഉഴപ്പും. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ സിസ്റ്റം മനസ്സിലാക്കണം പ്രിയരെ. അപ്പൊ കഴിവല്ല വിഷയം. ഞാൻ അഭിഷക്തന്മാരോട് വളരെ വിനയത്തോടെ പറയട്ടെ, ദൈവദാസന്മാരെ, ഓരോരുത്തരുടെ ഭാഷാശൈലി വ്യത്യസ്തമാണ്, അവതരണ മികവ് വ്യത്യസ്തമാണ്, പ്രസംഗത്തിൻ്റെ സ്കിൽസ് വ്യത്യസ്തമാണ്. പക്ഷേ കൃപ ഒരുപോലെയാണ്. ഈ പശ്ചാത്തലത്തിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ഞാൻ പറയട്ടെ, വളരെ വിനയത്തോടെ പറയട്ടെ, ദൈവത്തിൻ്റെ ഫേവർ ഒന്ന് ഓപ്പൺ ആയാൽ മതി. നമ്മൾ ദൈവത്തോട് ചോദിക്കാൻ തയ്യാറായാൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. തൃപ്തിപ്പെടരുത്. ഞാൻ പറയട്ടെ, 100 പേരുള്ള ചർച്ചിനകത്ത് ഒതുങ്ങരുത്. ചെറിയ വാഗ്ദത്തം കേട്ടപ്പോൾ അതിനകത്ത് തൃപ്തിപ്പെടരുത്. സ്തോത്രം. വീണ്ടും 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 നിലവിളിക്കണം ദൈവസന്നിധി. പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉപയോഗിക്കണമേ എന്ന് നിലവിളിക്കണം കർത്താവിൻ്റെ സന്നിധി. സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിൻ്റെ ദാസൻ സുരേഷ് ബാബു ആണല്ലോ പ്രസംഗിക്കാൻ വരുന്നത്. അദ്ദേഹം ഈ ചില സമയത്തൊക്കെ വിളിക്കും, എടാ എവിടാ, ഇപ്പം നമ്മളെവിടാന്ന് പറയും. അപ്പോൾ എങ്ങനെയുണ്ട് മീറ്റിംഗ്? ഇന്നലെ എത്ര പേരുണ്ടായിരുന്നു? അപ്പം നമ്മുടെ യോഗങ്ങളാണല്ലോ 500 പേര്. പോരാടാ, പോരാ. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആയിരങ്ങളുടെ നടുവിൽ നിൽക്കുകയാണെങ്കിൽ തോന്നേണ്ടത് എന്നാണെന്നറിയോ? പോരാ, പോരാ, പോരാ. ഇത് കർത്താവിനോട് പറയണം, പോരാ, ഇത് പോരാ, ഈ അനോയിന്റിങ് പോരാ, ഈ വാഗ്ദത്തം പോരാ, ഈ അഭിഷേകം പോരാ, ഈ ശുശ്രൂഷ പോരാ. തൃപ്തിപ്പെടരുത്. ഞാൻ വീണ്ടും വീണ്ടും പറയാം, തൃപ്തിപ്പെടരുത്. പോരാ, പോരാ. ശബ്ദം ഉയർത്തി പറ, ശബ്ദം ഉയർത്തി. കർത്താവേ, ഞാൻ തൃപ്തനാകത്തില്ല, ഞാൻ തൃപ്തനാകത്തില്ല, ഞാൻ തൃപ്തനാകത്തില്ല. അങ്ങനെ ഒരു പാട്ടില്ലേ?
വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ഉച്ചത്തിലെന്ന് പറയാമോ? വേറൊന്നിനാലും ഞാൻ, പറഞ്ഞോ, എന്റെ ദാഹം സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോ എനിക്കറിയത്തില്ല ഈ പ്രസംഗം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെ ഒരുപോലെ സ്പർശിക്കുമോന്ന്. പക്ഷേ ചില ആളുകൾ ഈ വചനത്തിന് മുൻപാകെ സ്പർശിക്കപ്പെടും, എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ വാക്കുകൾ മതി പ്രിയരെ ഒരാൾ പുറത്തു വരാൻ. ഞാൻ വീണ്ടും ആവർത്തിക്കാം, ഈ വാക്കുകൾ മതി ഒരാൾ ഉപയോഗിക്കപ്പെടാൻ. ദൈവവുമായിട്ടൊന്ന് ഇടപെട്ടാൽ മതി. 12 മണിക്കൂർ അധ്വാനിച്ചവൻ വാങ്ങുന്ന കൂലി 1 മണിക്കൂർ മാത്രം ജോലി ചെയ്യുന്നവൻ ചോദിക്കുന്നവന് മനസ്സുണ്ടല്ലോ. അവിടെയാണ് പിമ്പിൽ നിന്ന് നീ ചാടി മുന്നിൽ കയറുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ചിലര് പൊടുന്നനവെ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, ചിലര് പൊടുന്നനവെ ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ചിലര് പൊടുന്നനവെ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണിന് അത്ഭുതകരമായ വിധത്തിൽ ചിലർക്ക് വളർച്ചയുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ലക്കല്ലെന്ന് തിരിച്ചറിയണം. അവരുടെ ഉപ്പാപ്പൻ നേതൃത്വത്തിലായതുകൊണ്ട്, ഇന്നാളൊക്കെ അവർക്ക് വേണ്ടി സംസാരിക്കാനുള്ളത് കൊണ്ട് നോ 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 നോ. പ്രയോജനപ്പെടുന്നവനല്ല, പ്രാർത്ഥനാ മുറിയിൽ കണ്ണുനീരൊഴുക്കുന്നവനാ. അവൻ തൃപ്തിപ്പെടാത്തവനാ, അവൻ തൃപ്തിപ്പെടാത്തവനാ, അവൻ ദൈവസന്നിധിയിൽ ഇരുന്ന് വിതുമ്പുന്നവനാ. ഓ, അതാ ഞാൻ പറഞ്ഞു, നിനക്ക് പിൻപിൽ നിന്നും മുൻപിൽ കയറാൻ ദൈവത്തിന്റെ ആത്മാവ് ഒരു വാതിൽ തുറന്നിട്ട് തരികയാ. ഇന്ന് പകലിൽ ചാടി അതിനകത്തേക്ക് കയറാമെങ്കിൽ ആത്മാവിൽ കയറിക്കോ. ഇതുവരെ പോയത് പോട്ടെ, നഷ്ടപ്പെട്ട കാലങ്ങൾ പോകട്ടെ, നഷ്ടപ്പെട്ട സമയങ്ങൾ പോകട്ടെ. ദൈവത്തിന്റെ ഫേവറിനകത്തേക്ക് കയറി വാ, ദൈവത്തിന്റെ ഹൃദയത്തിനകത്തേക്ക് കയറി വാ. കർത്താവ് നിങ്ങളെ ചലിപ്പിക്കുവാൻ പോകുന്നു. ഇതുപോരായേ, ഇതുപോരായേ, ഒന്ന് പാടാമോ? ഇതുപോരായേ, ഇതുപോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. ഒന്നുകൂടെ പഠിക്കുന്നു. ഓ, ഇതുപോരായേ, വാതുറക, ഇതുപോരായേ. ഓ, ഇതുപോരായേ, ഇതുപോരായേ, നിൻ സാന്നിധ്യം പോരാ. ഓ, നിൻ സാന്നിധ്യം. ഒന്നുകൂടെ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു, നിൻ സാന്നിധ്യം പോരായേ. ഓ, നിൻ സാന്നിധ്യം പോരാ. ഓ, നിൻ സാന്നിധ്യം പോരാ. കർത്താവിന്റെ സിസ്റ്റം നിങ്ങൾ അറിയണേ. മത്തായി സുവിശേഷം 8-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. 8-ാം അധ്യായം 3-ാമത്തെ വാക്യം, അവൻ കൈനീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, കുഷ്ഠം ശുദ്ധമാകുക. ഉടനെ കുഷ്ഠം അവനെ വിട്ട് മാറി. നീ കുഷ്ഠരോഗിയാണെന്നും പറഞ്ഞ് നീ പരിയമ്പറത്തൂടെ നടന്നാൽ നിന്റെ മേൽ സൗഖ്യം ഉണ്ടാകത്തില്ല. നീ ലജ്ജ കൂടാതെ നിന്റെ ആ കവറിങ്ങുകളെ വലിച്ചെറിഞ്ഞിട്ട് വന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ വീഴാമോ? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് നീ വാ തുറന്ന് പറയാമോ? ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിച്ച് പറയാം. കർത്താവ് പറയും, കുഞ്ഞ്, എനിക്ക് മനസ്സുണ്ട്,
അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇത് ചോദിക്കാതിരിക്കുന്നിടത്തോളം നമ്മൾ നട്ടപ്പോഴും ഒരു കൊട്ടയായിരിക്കും, പറിച്ചപ്പോഴും ഒരു കൊട്ടയായിരിക്കും. എന്നാൽ അസാധാരണമായ വിധത്തിൽ ഒരു വളർച്ച സംഭവിക്കുവാൻ നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ കർത്താവിൻ്റെ ആ മനസ്സിനെ കയറി തൊടണം, കർത്താവിൻ്റെ ഹൃദയത്തെ കയറി തൊടണം. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ആത്മാവിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചു. കന്യാന്യ സ്ത്രീ യേശുവിന്റെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. അവൾ നിലവിളിച്ചുകൊണ്ട് യേശുവിന്റെ പിന്നാലെ വരുമ്പോ യേശു ആദ്യമേ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് വിഹിതമല്ല. ആദ്യം കർത്താവ് അവളോട് ഒന്നും പറഞ്ഞില്ല. രണ്ടാമത് പറഞ്ഞു, നായ്ക്ക് തരത്തില്ല മക്കളുടെ അപ്പം, ഇത് മക്കളുടെ അപ്പോ. അവൾ അതേ കയറി പിടിച്ചു. അതേ കർത്താവേ, എനിക്കറിയാം മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല, പക്ഷെ ഇതിന്റെ നുറുക്കുണ്ടാകുമല്ലോ, ആ നുറുക്ക് മേശയെന്ന് വീഴുമല്ലോ, എനിക്ക് അത് മതി കർത്താവേ. യേശു പറഞ്ഞു, ഇസ്രയേലിൽ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. മിണ്ടിയില്ലെന്ന് കരുതി നീ പോകരുത് കേട്ടോ, പ്രാർത്ഥന നിർത്തരുത്. ചിലപ്പോ കർത്താവ് മിണ്ടാതിരിക്കും. നീ എത്രത്തോളം നിൽക്കുമെന്നൊന്ന് അറിയാൻ വേണ്ടിയാ. ദൈവത്തിന്റെ നിശബ്ദത നിന്നെ മറന്നതിന്റെ അടയാളമല്ല. എനിക്കറിയത്തില്ല ആ വചനത്തോട് പ്രതികരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അഭിഷേകത്തിൽ ഒന്ന് പ്രതികരിച്ചോ. ദൈവം നിന്നോട് നിശബ്ദനായിരിക്കുന്നത് നിന്നെ മറന്നതല്ല, നിന്നെ കുറിച്ച് പദ്ധതി ഇല്ലാത്തത് കൊണ്ടല്ല. വിശ്വസിച്ചോ, നിന്നെ ദൈവം മറന്നിട്ടില്ല. ചില കാര്യങ്ങൾ ദൈവം സംസാരിച്ചില്ല എന്നുള്ളത് കൊണ്ട് മറന്നിട്ടില്ല. ഞാനത് പറയുമ്പോൾ എനിക്ക് അവിടെ ഒരു ദൂത് പറയാൻ എൻ്റെ അകത്തൊരു പ്രേരണയുണ്ട്. സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ സെഫന്യാവിന്റെ പുസ്തകം 3-17 വാക്യം പറഞ്ഞു, നമ്മളൊക്കെ ആണെങ്കിൽ സ്നേഹം കൂടുമ്പോൾ ഒത്തിരി സംസാരിക്കും. കർത്താവ് പക്ഷെ അങ്ങനല്ല. സ്നേഹത്തിൽ കർത്താവ് മിണ്ടാതിരിക്കും. പിടികിട്ടുന്നുണ്ടോ? സ്നേഹത്തിൽ കർത്താവ് മിണ്ടാതിരിക്കും. മിണ്ടാതിരിക്കുന്നു എന്ന് പറയും മലയാളത്തിൽ. മിണ്ടാതിരിക്കുന്നു എന്ന് പറയുന്ന റെസ്റ്റ് ചെയ്യുന്ന, സ്നേഹത്തിൽ അവിടുന്ന് റെസ്റ്റ് ചെയ്യുക. എപ്പോഴായി കർത്താവ് റെസ്റ്റ് ചെയ്യുന്നതെന്നറിയാമോ? ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചതിന് ശേഷം 6-ാം ദിവസം തന്റെ വേല നിവർത്തിച്ച് അനന്തരം 7-ാം ദിവസം റെസ്റ്റ് ചെയ്തു. നിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ ഉപവാസത്തിൽ, നിന്റെ കണ്ണുനീരിൽ ദൈവം നിശബ്ദമാകുന്നതായി നിനക്ക് തോന്നുന്നുവെങ്കിൽ ആത്മനിയോഗത്തിന്റെ ദൂത് ഞാൻ പറയട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നന്നായി കേട്ടോ. സ്നേഹത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട്, സകലതും ഒരുക്കി വെച്ചിട്ട്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയെ സെറ്റ് ചെയ്തിട്ട്, നിങ്ങളുടെ കണ്ണുനീരിന്റെ മറുപടിയെ സെറ്റ് ചെയ്തിട്ട് കർത്താവ് മിണ്ടാതിരിക്കുകയാണ്. ദൈവം ഒന്ന് നിശബ്ദമാകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു വാക്കും പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥന നിർത്തരുത്. നായ്ക്കുട്ടി എന്ന് പറഞ്ഞത് കൊണ്ട് പ്രാർത്ഥന നിർത്തരുത്. മടുപ്പ് വരരുത്. വീണ്ടും നിലവിളിക്കണം. അവൾ വീണ്ടും നിലവിളിച്ച് അവൾ പറഞ്ഞു, യജമാനനെ മേശമേൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് നായ്ക്കുട്ടികളും ജീവിക്കുന്നുണ്ടല്ലോ. കർത്താവ് അവിടെ നിന്നിട്ട് പറയും, വാ, ഇസ്രയേലിൽ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല, നിന്റെ മകൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലിൽ നീ പുറകെ നിലവിളിച്ചുകൊണ്ട് നടക്കുമ്പോൾ, മിണ്ടിയില്ലെങ്കിലും നായ്ക്കുട്ടി എന്ന് പറഞ്ഞാലും പുറകെ നീ നിലവിളിച്ചുകൊണ്ട് നടന്നാൽ, ഈ പകലിൽ ഞാൻ ആത്മനിയോഗത്തിന്റെ ദൂത് പറയട്ടെ, നിന്റെ വീടിനകത്തൊരു ചലനം സംഭവിക്കാൻ പോകിയ. അതുകൊണ്ട് ഇനിയുള്ള മിനിറ്റുകൾ വാപൂട്ടി മൗനമായിരിക്കരുത്. ഇടത്തും വലത്തും ഇരിക്കുന്നവർ വെറുതെ ഇരുന്നാലും, അവർ വെറുതെ സംസാരിക്കാതിരുന്നാലും, അവർ പ്രതികരിക്കാതിരുന്നാലും നീ പ്രതികരിക്കണം. വാ തുറക്കണം, ഉച്ചത്തിൽ സംസാരിക്കണം. കരയണമെങ്കിൽ കരയണം, നിലവിളിക്കണമെങ്കിൽ നിലവിളിക്കണം, പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. ഉച്ചത്തിൽ കർത്താവുമായിട്ട് ഇടപെടണം. അവിടെ ഞാൻ നിയോഗത്തോടെ പറയട്ടെ, അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പോകുകയാണ്. ചിലരുടെ ജീവിതത്തിൽ ഇന്ന് പകലിൽ ഒരു അത്ഭുതം സൃഷ്ടിക്കപ്പെടാൻ പോകുകയാണ്. ഇവിടെ ദൈവത്തിന്റെ ഫേവർ ഓപ്പൺ ആകും. ഈ ആരാധന ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരെ നോക്കി ഞാൻ പ്രവചിച്ചു പറയട്ടെ, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഫേവർ ഓപ്പൺ ആകാൻ പോകുകയാണ്. അത് നിങ്ങളുടെ അധരത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ പ്രാർത്ഥനയാൽ മാത്രമാണ്. വായി തുറക്കെ
ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാർ ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തു. എഴുതി തള്ളിയ നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമാണ്. കാരണം അത് ദൈവത്തിന്റെ പ്രവർത്തന മികവിനെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് വാ തുറന്ന് പറഞ്ഞു, കർത്താവേ, ഒറ്റയ്ക്ക് നിൽക്കുകയാ. ശിഖരങ്ങൾ വെട്ടിയ ഒരു വൃക്ഷം പോലെ, വേരുകൾ അറ്റുപോയ ഒരു വൃക്ഷം പോലെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാ. അങ്ങ് മാത്രമേ ഉള്ളൂ, എന്നെ ഒന്ന് സഹായിക്കണമേ. ജ്ഞാനികളുടെ നടുവിൽ ഞാൻ ഒന്നുമില്ല, ബലവാന്മാരുടെ നടുവിൽ ഞാൻ ഒന്നുമില്ല. ഇന്ന് പകലിൽ ഞാൻ നിയോഗത്തിൽ പറയട്ടെ, കർത്താവ് പറയും, കുഞ്ഞെ, ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. അതാ ദൈവത്തിന്റെ ഫേവർ എന്ന് പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ ആ പ്രിയം ചിലരുടെ മേൽ തുറന്നു വരുന്നു. യേശുവിന്റെ നാമത്തിൽ എന്തൊക്കെയോ അത്ഭുതകരമായ കാര്യങ്ങൾ ഈ പകലിൽ ഈ യോഗത്തിനകത്ത് സംഭവിക്കുന്നു. ചിലരെ കർത്താവ് അത്ഭുതകരമായി, അതിശയകരമായി പുറത്തു കൊണ്ടുവരികയാണ്. കഴിവില്ലാത്തത് കൊണ്ടല്ല നിങ്ങൾ പിന്നിലായി പോയത്. ചിലത് ചോദിക്കാഞ്ഞത് കൊണ്ട്, ചിലതിനു വേണ്ടി നിലവിളിക്കാഞ്ഞത് കൊണ്ട്, ഹൃദയം ദൈവസന്നിധിയിൽ പകരാത്തത് കൊണ്ട്. ഇന്ന് അങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങൾ ചേഞ്ച് ആകുമ്പോൾ കാര്യങ്ങളെ ദൈവം തിരിക്കുന്നു. ജീസസ്. ഈ മോശം മഹത്വം കണ്ടില്ലേ? മഹത്വം, വേറെ ആരും കാണാത്ത മഹത്വം. മോശ മഹത്വം കണ്ടപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാം? മോശയുടെ ത്വക്ക് പ്രകാശിച്ചു. വിക്ക് മാറിയില്ലേലും ത്വക്ക് പ്രകാശിച്ചു. വിക്ക് മാറ്റാൻ പറഞ്ഞതാ. കർത്താവ് പറഞ്ഞു, വിക്ക് മാറ്റത്തില്ല, ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കാം. വടിയെ പാമ്പാക്കിയ ദൈവത്തിന് വിക്ക് മാറ്റാൻ ഒരു പ്രയാസവും ഇല്ല. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ അത്ഭുതമായിരിക്കും നാക്കിൻ്റെ വിക്ക് മാറ്റുന്നത്. കർത്താവ് ചെയ്തില്ല. ചെയ്താൽ ചിലപ്പോൾ നമ്മൾ ഈ പൗലോസിൻ്റെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ വായിക്കുന്നുണ്ടല്ലോ, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ കുത്താൻ ഒരു ശൂലം. അതെന്നെ വിട്ടുമാറേണ്ടതിന് ഞാൻ 3 വട്ടം ദൈവത്തോട് അപേക്ഷിച്ചു. കർത്താവ് പറഞ്ഞ്, എൻ്റെ കൃപ നിനക്ക് മതി. മാറ്റിയില്ല. ഏറ്റവും ഒടുവിൽ നിര്യാണത്തിലേക്ക് പോകുമ്പോൾ ഈ മനുഷ്യന് പറയാൻ പറ്റണം, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇത് ഈ മനുഷ്യൻ പറയണം. അതിനുവേണ്ടി കർത്താവ് അത് മാറ്റിയില്ല. ചില ഇംഗ്ലീഷ് ഭാഷാന്തരങ്ങളിൽ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എന്ന വാക്ക് പ്രൈഡ് ഉണ്ടാകാതിരിക്കാൻ, പോളിൻ്റെ അകത്ത് പ്രൈഡ് കയറാതിരിക്കാൻ ശൂലത്തെ ദൈവം മാറ്റിയില്ല. എന്തോ ഓർത്ത് പ്രൈഡാനാ പ്രിയപ്പെട്ടവരെ. സ്തോത്രം. പൗലോസിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹത്തിൻ്റെ അരയിൽ കെട്ടിയിരിക്കുന്ന ഉത്തരീയം കൊണ്ടുവന്ന് രോഗിയുടെ മേലിട്ടാൽ രോഗി സൗഖ്യമാകും. പക്ഷേ ആ ഉത്തരീയം കെട്ടിയിരിക്കുന്ന ശരീരത്തിനകത്ത് സൗഖ്യമില്ല. താൻ ഒത്തിരി പേർക്ക് ഒരു അത്ഭുതമാണ്, ഒത്തിരി പേർക്ക് സൗഖ്യമാണ്. പക്ഷേ ഈ മനുഷ്യന് സൗഖ്യമില്ല. ഇത് ദൈവത്തിൻ്റെ ചില ബാലൻസിങ്ങിൻ്റെ രീതിയാണ്. അങ്ങനെ കർത്താവ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ ചിലർക്കങ്ങ് തോന്നും, എൻ്റെ പൊന്നു മാസ്റ്ററെ, ഞാൻ തന്നെ വിടുവിക്കപ്പെട്ടിട്ടില്ല, പിന്നെ ഞാനിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എൻ്റെ പ്രിയരെ, അതാണ് നമ്മുടെ മിനിസ്ട്രിയുടെ നിലനിൽപ്പ്. വിഗിൾസ്വർത്ത് എന്ന് പറയുന്ന ഒരു കർത്തൃദാസൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ള 100 കണക്കിന് മരിച്ചവരെ ഉയർപ്പിച്ച മനുഷ്യന്. പക്ഷെ വിഗിൾസ്വർത്തിൻ്റെ മകൾ സംസാരിക്കാത്ത മകളായിരുന്നു. വിഗിൾസ്വർത്ത് പറഞ്ഞിട്ടുള്ളത്, 1000 വട്ടം ഞാൻ എൻ്റെ മകളുടെ തലമേൽ കൈവച്ചിട്ട് അവളുടെ നാവൊന്ന് തുറന്നു വരാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞത്, വിഗിൾസ്വർത്ത് ഉപയോഗപ്പെടാത്തത് കൊണ്ടല്ല മകള് സംസാരിക്കാത്തത്, അത് ദൈവത്തിൻ്റെ ഒരു ബാലൻസിങ്. അവിടെ ചെല്ലുമ്പോൾ ദൈവത്തോട് ചോദിക്കണം, എന്തായിരുന്നു അതിൻ്റെ നീതിശാസ്ത്രമെന്ന്. ദൈവമാ പറഞ്ഞു തരേണ്ടത്. വിഗിൾസ്വർത്തിൻ്റെ വീട്ടിൽ സംസാരിക്കാത്ത ഒരു മകൾ, പൗലോസിന്റെ ശരീരത്തിൽ സൗഖ്യമാകാത്ത, മാറ്റാത്ത ഒരു പ്രശ്നം, ഒരു ശൂലം. ഹല്ലേലൂയ. എന്നോടൊപ്പം ഉണ്ടോ? പിടികിട്ടുന്നുണ്ടെങ്കിൽ നല്ല ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇതുപോലെ മോശയുടെ വിക്ക് നിങ്ങൾ നോക്കിയ സൂപ്പർ നാച്ചുറൽ മിറക്കിൾ. ആ ബുഷ്, ഫയറി ബുഷ്, പെട്ടെന്ന് തീപിടിക്കുന്ന ബുഷ്. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പെട്ടെന്ന് തീപിടിക്കുന്ന ബുഷ്,
ഫയറി ബുഷിനകത്ത് തീ പിടിച്ചു കേട്ടോ. പക്ഷെ ഇല പാടുന്നില്ല, കത്തുന്ന തീക്കകത്ത് ആ ഇല പച്ചയായിട്ട് നിൽക്കുകയാണ്. കർത്താവേ, അതിനേക്കാൾ വലിയ പാടായിരുന്നു ഈ മനുഷ്യന്റെ നാക്കിന്റെ കെട്ടെന്നഴിക്കാൻ. കർത്താവ് പറഞ്ഞു, നോ നോ നോ, അത് ചെയ്യത്തില്ല, ഞാൻ അവന്റെ വായോടുകൂടെ ഇരിക്കാം. ഈ പകലിൽ ദൈവം എനിക്ക് തരുന്ന നിയോഗത്തിനകത്ത് നിന്ന് ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പറയട്ടെ, നിന്റെ കഴിവുകേടുകൾ നാട്ടുകാർ അപമാനമാക്കാതിരിക്കാൻ, നിന്റെ പ്രശ്നം നാട്ടുകാർ അപമാനമാക്കാതിരിക്കാൻ കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? കർത്താവ് നിന്നോട് ചേർന്ന് നിൽക്കും. അതാ ഈ മോശയുടെ ലൈഫിൽ കണ്ടത്. ആമേൻ. ഇപ്പോൾ ഇപ്പോൾ അങ്ങ് പർവ്വതത്തിന്റെ മുകളിൽ ഈ മനുഷ്യന്റെ മുൻപിൽ മഹത്വം ഇറങ്ങി നിൽക്കുകയാണ്. ഒരു പാറയുടെ ഒരു ക്രാക്കിനകത്ത് ഒളിപ്പിച്ചു. എന്നിട്ട് ഉള്ളംകൈ കൊണ്ട് ദൈവം അവനെ മറച്ചു പിടിച്ചിട്ട് തന്റെ മഹിമ അവന്റെ മുൻപിലൂടെ കടക്കുമാറാക്കി. മോശയുടെ ത്വക്ക് പ്രകാശിച്ചു. ഇപ്പോഴും വിക്കുണ്ട് കേട്ടോ. ത്വക്ക് പ്രകാശിച്ചെങ്കിലും വിക്കുണ്ട്. ഞാൻ പറഞ്ഞത് ചിലതൊക്കെ ദൈവം അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നതാ. പക്ഷേ അതിനെയും മറികടക്കുന്നതാണ് ദൈവത്തിന്റെ ഫേവർ. അതുകൊണ്ട് വാ തുറന്നൊന്ന് പ്രാർത്ഥിച്ചോ. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, കഷ്ടതയിലാണെങ്കിലും, പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വേദനയ്ക്കകത്താണെങ്കിലും ഈ പകലിൽ ദൈവത്തിന്റെ ഫേവർ. മോശയോട് പറയുക, മോശെ, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. പുറപ്പാട് 33:17. ഏതാണ്ട് മോശയുടെ ലൈഫിന്റെ എൻഡ് ടൈമിലേക്ക് എത്തിയപ്പോൾ കർത്താവ് പറയും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. അവിടെ നിർത്തി നിങ്ങൾ പുറകോട്ട് തിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. ഈ താൻ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് ദൈവം ഒരു വിടുതൽ നൽകുമെന്ന് മോശയുടെ അകത്തു വീണ ആ ദർശനം തൊട്ട്, മുൾപ്പടർപ്പിന്റെ ചുവട്ടിൽ വെച്ചുള്ള സ്പർശനം തൊട്ട് ഈ മരുഭൂമിയിലൂടെ ഈ ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്ന് ഈ ദൈവസാന്നിധ്യം എല്ലാം ഈ മോശയുടെ മേൽ വെളിപ്പെട്ട് വന്നത് ഈ ഒറ്റ കാര്യത്തിലാണ്. മോശെ, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഇന്ന് പകലിൽ നന്നായിട്ട് കേക്ക്. നിന്നോട് കൃപ തോന്നിയാൽ നിന്റെ ജീവകാലത്തെ മുഴുവൻ കാര്യങ്ങളും, നിന്റെ ശിഷ്ടകാലത്തെ മുഴുവൻ കാര്യങ്ങളും ആ ഫേവറായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, വാ തുറന്ന് പ്രാർത്ഥിക്കാൻ. ഇന്ന് പകലിൽ എൻ്റെ പ്രിയരെ, ഏതോ ഒരു കൃപാപര പ്രാപ്തൻ വന്ന് തലയിൽ കൈവച്ചിട്ടൊരു ദൂത് പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്നല്ല ഇന്ന് പകലിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ആത്മാവിൽ തിരിച്ചറിയണം, എൻ്റെ ദൈവത്തിൻ്റെ ഫേവർ എൻ്റെ മേൽ വീണാൽ. ഒന്നുകൂടെ പറഞ്ഞു. കർത്താവിനോട് പറ റഗദമന, എൻ്റെ മേലെ ഫേവർ ഉണ്ടാകണം, എന്നെ ഒന്ന് പ്രിയപ്പെടണം. വാ തുറന്ന് പറ, എന്നെ ഒന്ന് പ്രിയപ്പെടണേ കർത്താവേ. പോരെ, ശബ്ദം ഉയർത്തി പറ, എന്നെ ഒന്ന് പറഞ്ഞോ, എന്നെ ഒന്ന്. പ്രിയരെ, വാസ്തവത്തിൽ നമ്മൾ എന്തെങ്കിലും ഒന്നാകുമ്പോൾ എന്തോ ആയിന്ന് പറഞ്ഞ് നമ്മളങ്ങ് നിഗളിക്കരുത്. എനിക്കിതൊന്നും ആവശ്യമില്ല. ഞാൻ ചിന്തിക്കല്ലേ, മോശ ത്വക്ക് പ്രകാശിച്ച് നിൽക്കുമ്പോഴും കർത്താവ് പറയും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. അപ്പോഴും ആ ഫേവർ അവൻ്റെ മേൽ ചൊരിയപ്പെടുന്നത്. ആമേൻ. അതുകൊണ്ട് റിജി എന്ന് ഞാൻ എല്ലാ ദിവസവും പ്രസംഗിക്കുന്നത്, സ്തോത്രം, ഇന്നലെയും പ്രസംഗിച്ചു, മിനിഞ്ഞാന്നും പ്രസംഗിച്ചു, ഈ ആഴ്ച മുഴുവൻ പ്രസംഗിക്കുക, ഏപ്രിൽ മാസം മൊത്തത്തിൽ പ്രസംഗിക്കുകയാണ്, എല്ലാ ദിവസവും പ്രസംഗിക്കുകയാണ്. ചിലപ്പോൾ 2-3 പ്രസംഗങ്ങൾ പ്രസംഗിക്കും. ഇന്ന് ഇത് 2ാമത്തെ പ്രസംഗമാണ്. ആമേൻ. ഇന്ന് രാത്രി ഇനി അടുത്ത മീറ്റിംഗ് ഉണ്ട്, കൊട്ടാരക്കര ഷാരോൻ്റെ റീജിയൻ കൺവെൻഷനാണ്. ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും പ്രസംഗിക്കുക എന്നതുകൊണ്ടൊന്നും റിജി പൂർണ്ണനായി എന്നൊന്നും വരുന്നില്ല പ്രിയരെ. ഓരോ വേദികളിലും വെളിപ്പെടേണ്ടത് ഫേവറാണ്. ഞാൻ ആയിന്ന് ചിന്തിക്കല്ലേ, എനിക്ക് വയസ്സ് 60ആയി, ഇനിയിപ്പോൾ നോ. നിങ്ങൾ ആ ഫേവറിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിച്ച് പറയാം, സ്തോത്രം, നിങ്ങൾ മരിക്കുന്നത് വരെ അത് ഓപ്പൺ ആകും. നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ തലമുറയുടെ മേലും അത് റിവീലാകും. അങ്ങനെ കൊതിക്കുന്നുണ്ടോ? ഇവിടെ ഇരുന്ന് നിങ്ങൾ വിതുമ്പി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മേൽ മാത്രമല്ല, നിങ്ങളുടെ തലമുറയുടെ മേൽ കൂടെ. എനിക്ക് വേണ്ടെന്ന് ചിന്തിക്കല്ലേ, നിങ്ങളുടെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ ഫേവർ ഓപ്പൺ ആകും. ഹല്ലേലൂയ. ഞാൻ ഈ സങ്കീർത്തനം 78:68 നിന്ന് ഒരു ചിന്ത പറയാം. അവൻ യഹൂദ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തെരഞ്ഞെടുത്തു. കേട്ടെ, ഏത് പർവ്വതത്തെ തെരഞ്ഞെടുത്തു?
സിയോൻ പർവ്വതത്തെ എങ്ങനെ തെരഞ്ഞെടുത്തു? പ്രിയപ്പെട്ട് തെരഞ്ഞെടുത്തു. സിയോൻ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ, ഒന്നുകൂടെ ഞാൻ പറയാം, സിയോൻ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കേന്ദ്രമാണെന്ന് അറിയണം. ഹല്ലേലൂയ. ആ പേരാ ഇനിയും വരാൻ പോകുന്ന പുതുവാന ഭൂമിക്ക് പോലെ വിടാൻ പോകുന്നത്. ഹല്ലേലൂയ. സിയോൻ, സിയോൻ, സ്വർഗീയ സിയോൻ. പെന്തക്കോസുകാർക്ക് സിയോനെ കുറിച്ച് അത്ര കാര്യമായിട്ടൊന്നും അറിയത്തില്ല. സിയോനെ കുറിച്ച് അറിയാവുന്നത് TPM-മാരോട് ഒന്ന് ചോദിക്കണം. നമുക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. സ്വർഗീയ സിയോൻ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരാമൻ പറ. സ്വർഗീയ എങ്ങനെ തെരഞ്ഞെടുത്തത്? സങ്കീർത്തനം 78:68 പറയുന്നു, അവൻ യഹൂദ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തെരഞ്ഞെടുത്തു. സിയോൻ പർവ്വതത്തെ പോലും തെരഞ്ഞെടുത്തത് പ്രിയത്തിനകത്താണ്. ഇത് നിങ്ങളുടെ മേൽ വീഴണമെന്നാണ് ഞാനീ പറയുന്നത്. ഹല്ലേലൂയ. ബെന്യാമീനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആവർത്തനം 33:12. അവൻ യഹോവയ്ക്ക് പ്രിയൻ, തൽസന്നിധിയിൽ നിർഭയം വസിക്കും. എന്നിട്ട് പറയുന്നു, താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു, അവന്റെ ഗിരികളുടെ മധ്യയെ അധിവസിക്കുന്നു. പ്രിയൻ. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ശലോമോനെ കുറിച്ച് പറയുക, അവൻ തന്റെ ദൈവത്തിന് പ്രിയനായിരുന്നതിനാൽ. നെഹമ്യാവിന്റെ പുസ്തകം 13:26. അവൻ തന്റെ ദൈവത്തിന് പ്രിയനായിരുന്നതിനാൽ ദൈവം അവനെ എല്ലാ ഇസ്രയേലിനും രാജാവാക്കി. ദൈവത്തിന് പ്രിയനായിരുന്നതിനാൽ രാജാവായി. മിടുക്കനായതുകൊണ്ടല്ല, ദൈവത്തിന് പ്രിയനായതിനാൽ. ഇതാ ഞാൻ ഈ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇത് നാം സമ്പാദിക്കുന്നതല്ല, ഇത് നമ്മുടെ അർഹതയുമല്ല, ഇത് നമ്മളുടെ നേട്ടവുമല്ല, ഇത് ദൈവത്തിൻ്റെ കരുണയാണ്. അതിന് വാ തുറന്ന് ദൈവവുമായിട്ട് സംസാരിക്കണം. എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേർക്ക് ഈ സന്ദേശം മനസ്സിലായെന്ന്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ മേൽ ഈ പ്രിയം വീണാലുണ്ടല്ലോ, നിങ്ങൾ വിടുവിക്കപ്പെടുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യം എന്നുള്ളതിനേക്കാൾ അത് ദൈവത്തിൻ്റെ ആവശ്യമായിരിക്കും. സങ്കീർത്തനം 60:5 നമ്മൾ വായിക്കുന്നുണ്ട്, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് അവർക്ക് ഉത്തരമരുളൂ. കേട്ടോ, അത് ദൈവത്തിന്റെ പ്ലാനാണ്. തന്റെ പ്രിയത്തിനകത്തുള്ളവർ വിടുവിക്കപ്പെടണം. തടയാൻ ആഭിചാരം ശ്രമിച്ചാലും, തടയാൻ മന്ത്രവാദം ശ്രമിച്ചാലും നടക്കത്തില്ല. ഇത് ദൈവത്തിന്റെ പ്രിയത്തിന്റെ കാര്യമാണ്. ജീസസ്. ദേശാധിപതികൾ എതിരായാലും പാരമ്പര്യങ്ങൾ എതിരായാലും ദൈവത്തിന്റെ പ്രിയത്തിനകത്താണെങ്കിൽ കർത്താവായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ജീസസ്. ചിലർ ചിന്തിക്കുന്നത് നടക്കുവോ പാസ്റ്റർ, ഇതൊക്കെ നടക്കുവോ? റോമലേഖനം 9:25 അത് പറയുന്നുണ്ട്, ജനമല്ലാത്തവരെ എൻ്റെ ജനമെന്ന്, പ്രിയമല്ലാത്തവളെ പ്രിയ എന്ന് ഞാൻ വിളിക്കും. പേര് കർത്താവ് തിരിക്കും, പേര് കർത്താവ് തിരിക്കും. പ്രിയമല്ലാത്തവരെ പ്രിയ എന്നും ജനമല്ലാത്തവരെ ജനമെന്നും കർത്താവ് വിളിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? പോരാ, ശബ്ദം ഉയർത്തി. കർത്താവ് വിളിക്കും. അതുകൊണ്ട് നിന്നെ ഇനിയും അസൂബ തട്ട എന്നല്ല, നിന്നെ ഇനിയും ഇഷ്ട ഹെപ്സിബ എന്ന് വിളിക്കാൻ പോവുക. കർത്താവ് പേര് തിരിച്ചു വിളിക്കും. എനിക്കറിയത്തില്ല എത്ര പേർക്ക്, സ്തോത്രം, അലക്ഷ്യമായി ഇരിക്കരുതേ, എനിക്കറിയത്തില്ല എത്ര പേര് ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. നിന്റെ പേരിനെ കർത്താവ് തിരിക്കും. അത് നീ എന്തോ വലിയ ആനയായതുകൊണ്ടൊന്നുമല്ല, കർത്താവിന് നിങ്ങളോട് തോന്നുന്ന ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ ആ ഇഷ്ടം ഉണ്ടാകും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്തുനിന്ന്. ഏതോ വലിയ കുടുംബത്തിൽപ്പെട്ടത് കൊണ്ടൊന്നുമല്ല, പകലോമറ്റം കുടുംബത്തിൽ നിന്നും ശങ്കരാപുരി കുടുംബത്തിൽ നിന്നും വന്നതുകൊണ്ടൊന്നുമല്ല, 57 പാരമ്പര്യം 345 പാരമ്പര്യമൊന്നുമല്ല നിന്നെ ആളാക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ ഫേവറാ. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിക്കാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്?
ഞാനിവിടെ ഒരു കാര്യം പറയാം. ഈ പ്രിയ ഉണ്ടല്ലോ, ന്യൂ ടെസ്റ്റ്മെന്റിൽ ഇത് ഏറ്റവും അധികം കർത്താവ് പറഞ്ഞത് തൻ്റെ പുത്രനെ കുറിച്ചാണ്. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. കണ്ടോ, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ. ആ പ്രിയ പുത്രൻ എന്ന് പറഞ്ഞില്ലേ, അത് ദൈവത്വത്തിലല്ല, മനുഷ്യത്വത്തിലാണ് പറഞ്ഞത്. ദൈവത്വത്തിൽ പ്രിയപുത്രൻ എന്ന് പറയാൻ ഒരു പ്രയാസമില്ല. മനുഷ്യത്വത്തിലാണ് പറഞ്ഞത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ആ മനുഷ്യത്വത്തിൽ അവിടുന്ന് ആ യോഗ്യത പ്രകടമാക്കി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് എബ്രായ ലേഖനം 7:26 വായിക്കുന്നത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ, പവിത്രൻ, ഹോളി, നിർദോഷൻ, സമം, ഇന്നസെന്റ്, നിർമ്മലൻ, ഫോൾട്ട്ലെസ്, പാപികളോട് വേർപെട്ടവൻ, നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ സിന്നേഴ്സ്. അപ്പോഴാ പിതാവ് ദൈവം പറഞ്ഞ് എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ പ്രിയപുത്രൻ. ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശ്രേണിയിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവരുന്നത്. ഇവിടെയാ കാര്യങ്ങൾ തിരിയാൻ പോകുന്നത്, ഇവിടെയാ സാഹചര്യങ്ങൾ തിരിയുന്നത്, ഇവിടെയാ ചില പേരുകൾ തിരിയുന്നത്, ഇവിടെയാ ചില അവസ്ഥകൾ തിരിയുന്നത്. ദയവായി ആ കണ്ണുകളെല്ലാം കർത്തൃസന്നിധിയിൽ ഒന്നടച്ച് എന്നിട്ട് കർത്താവിനോടൊന്ന് പറഞ്ഞേ, ദൈവമേ എന്നോട് പ്രിയമുണ്ടാകണമേ. വാ തുറന്നേ. ദൈവമേ എന്നോട് പ്രിയമുണ്ടാകണമേ. ദൈവമേ എന്നോട് ഇഷ്ടമുണ്ടാകണമേ. എൻ്റെ കൂട്ടുകാർക്ക് കിട്ടാത്തത്, എൻ്റെ വീട്ടുകാർക്ക് കിട്ടാത്തത്, എൻ്റെ സഹോദരങ്ങൾ കാണാത്തത് ഞാനും എൻ്റെ തലമുറയും അനുഭവിക്കത്തക്ക വിധത്തിൽ എന്നോട് പ്രിയമുണ്ടാകണം. കുതിയേറുന്നേ അരികിൽ വരാ, തിരുപ്പാദത്തിൽ കിടന്നിടുവാ. കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപ്പാദത്തിൽ കിടന്നിടുവാ. വൈകിടുമോ പ്രിയനേ വരാ, വൈകിടുമോ എന്നെ ചേർപ്പാൻ. ഓ താതന്റെ മാർവല്ലേ ചൂടനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. പഠിക്കേ, താതന്റെ മാർവല്ലേ ചൂടനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. ഓ ആരാധന പാടുക, ആരാധന പഠിക്ക, ആരാധന അങ്ങേക്കാരാധന. ഓ ആരാധന, ഒന്നിച്ചൊന്ന് പഠിക്കേ, ആരാധന പാടുക, ആരാധന അങ്ങേ. ഓ ആരാധന, ഓ ആരാധന പാടുക, ആരാധന അങ്ങേക്കാരാധന. വായി തുറന്ന് പാടിക്കേ, ആരാധന. ഓ യെസ് യെസ്, ആരാധന അങ്ങേക്കാരാധന. ഒന്നുകൂടെ പാടിക്കേ, ഓ ആരാധന, ആരാധന. ഓ
ഇതുപോരായേ, ഇതുപോരായേ, ഓ ഇതുപോരായേ, യെസ് യെസ്, ഇതുപോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാന്നിധ്യം പോരാ. ഒന്നുകൂടെ പാടിക്കേ, ഒന്നുകൂടെ പാടിക്കേ, കരമുയർത്തി പിടിച്ച് പാടിക്കേ. ഇതുപോരായേ, ഓ ഇതുപോരായേ, ഓ ഇതുപോ. എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. ഞാൻ ഒത്തിരി അപമാനിക്കപ്പെട്ടതാ, ഞാൻ ഒത്തിരി തകർന്നതാ, ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ഒരുപാട് പ്രാവശ്യം ആയിപ്പോയതാ. എന്റെ ജീവിതത്തെ കർത്താവേ ഇന്ന് പകലിൽ അങ്ങ് തിരിക്കണമേ യേശുവിന്റെ നാമത്തിൽ. പലർക്കും നിർവചിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, പലർക്കും നിർവചിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, ചിലർ അത്ഭുതപ്പെട്ട് പോകത്തക്ക വിധത്തിൽ നിങ്ങളുടെ ലൈഫിന്റെ മേൽ അത് വെളിപ്പെടാൻ പോകുകയാണ്. രാധാമാനാഗ ശാന്തൽ ജനാദന ലാംധൽ ജനാദന. ഫേവറിന്റെ സ്വപ്നങ്ങൾ കാണുമ്പോൾ യോസഫ് വീട്ടിലെ ഏറ്റവും ബാലകനായിരുന്നു. പക്ഷേ അതിന്റെ നിവർത്തിയിലേക്ക് വന്നപ്പോൾ അവൻ മിസ്രൈമിലെ രണ്ടാമനായി മാറുകയാണ്. ഈ വചനം നിങ്ങൾ കേട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ആരും അറിയാത്ത, ആരും മൈൻഡ് ചെയ്യാത്ത, ആരുടെ മുൻപിൽ ഒരു വിലയുമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. എന്നാൽ ഇന്ന് ആമേൻ, ഇന്ന് ഹല്ലേലൂയ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് അതിന്റെ നിവർത്തിയിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയാം, അടുത്ത ചില വർഷങ്ങൾക്കപ്പുറത്ത് ആർക്കും തടയാൻ കഴിയാത്ത വിധത്തിൽ, ആർക്കും ഒതുക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകാൻ പോകുകയാണ്. ചില അഭിഷക്തന്മാരെ നോക്കി ഞാനത് പ്രവചിച്ചു പറയുകയാണ്. ഇനി നിങ്ങൾ പുറകിലല്ല, നിങ്ങളുടെ സീറ്റ് ആമേൻ കർട്ടന്റെ പുറകിലല്ല, പിൻപിലായിരുന്നു. ഇതുവരെ നീ പലരുടെയും നിഴലിന്റെ കീഴിലായിരുന്നു. എന്നാൽ ഇന്ന് പകലിൽ നന്നായി ശ്രദ്ധിക്കേ, ഇന്ന് പകലിൽ നന്നായി ശ്രദ്ധിക്കേ. കർട്ടന്റെ നിഴലിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ തിരിക്കുന്നു. ഇനി നീ പിന്നിലല്ല, ഇനി നീ പിന്നിലല്ല, ഇനി പിന്നിലല്ല. വാ തുറന്ന് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്താട്ട്, സ്തോത്രം ചെയ്താട്ടെ. കർത്താവിനോട് പറ, ഇനിയും എനിക്ക് പിന്നിൽ നിൽക്കാൻ ഇടവരല്ലേ കർത്താവ്. എന്റെ ജീവിതം ഇനി പിന്നിലായി പോകരുത്, പലരുടെയും പിന്നിലായി പോകരുത്, പലരുടെയും നിഴലിന്റെ കീഴിലായി പോകരുത്. എന്റെ കർത്താവേ, ഒറ്റയ്ക്ക് നിൽക്കത്തക്ക വിധത്തിലുള്ള കൃപ അവിടുന്ന് എന്റെ മേൽ പകർന്നു തരണം. ചിലർ തിരിയുന്നു, ചിലർ തിരിയുന്നു, ചിലരുടെ ജീവിതം തിരിയുന്നു, ചിലരുടെ ജീവിതം തിരിയുന്നു, ചിലരുടെ ജീവിതം തിരിയുന്നു, ചിലരുടെ സാഹചര്യങ്ങൾ തിരിയുന്നു, ചിലരുടെ അവസ്ഥകൾ തിരിയുന്നു, ചിലരുടെ അവസ്ഥകൾ തിരിയുന്നു. വാ തുറന്ന് പ്രാർത്ഥിര്. ചിലരുടെ അവസ്ഥകൾ തിരിയുന്നു, ചിലരുടെ അവസ്ഥകൾ തിരിയുന്നു. യേശുവിന്റെ നാമത്തിൽ ഒതുങ്ങിപ്പോയി ഇടത്തു നിന്ന് പൊടുന്നനെ പുറത്തു വരുന്നത് പോലെ കെട്ടി നിൽക്കുന്ന വെള്ളം തള്ളിപ്പായി തടസ്സങ്ങളെയെല്ലാം അത് അടിച്ച് തകർത്ത് മുന്നേറും. അതേ വിധത്തിൽ ചിലരെ നോക്കി ഞാൻ പ്രവചിച്ചു പറയാം, ഇതുവരെ നീ കെട്ടി നിൽക്കുന്ന വെള്ളം പോലെയായിരുന്നു. വാഗ്ദത്തം ഉണ്ടായിരുന്നു, വെളിപ്പാടുണ്ടായിരുന്നു, ദൂതുണ്ടായിരുന്നു, നിയോഗം ഉണ്ടായിരുന്നു. എന്നാൽ എവിടെയോ നീ ഒറ്റപ്പെട്ടു പോയി, എവിടെയോ നീ തകർന്നു പോയി, എവിടെയോ നീ തടയപ്പെട്ടു പോയി. എന്നാൽ ഈ പകല് ഞാൻ പ്രവചിച്ചു പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് കാര്യങ്ങൾ തിരിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് കാര്യങ്ങൾ തിരിക്കുന്നു. അതിവേഗത്തിൽ ആർക്കും തടയുവാൻ കഴിയാത്ത വിധത്തിൽ മലവെള്ള പാച്ചിൽ കുത്തിയൊഴുകി വരുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. വിശ്വസിക്കുന്നവർ അഭിഷേകത്തിൽ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചോ. പറ്റുമെങ്കിൽ കരമെല്ലാം ഒന്ന് അടിച്ച്, ആ കരമെല്ലാം ഒന്ന് അടിച്ച് ആത്മ നിയോഗത്തിൽ ഒരുമിച്ച് ആരാധിച്ചോ. യേശുവിന്റെ നാമത്തിൽ ഇനി നീ പൂട്ടപ്പെടുകയല്ല, ഇനി നീ ഒറ്റപ്പെടുകയല്ല, ഇനി നീ ഒതുക്കപ്പെടുകയല്ല. കർത്താവ് നിന്നെ പുറത്ത് കൊണ്ടുവരുന്നു. അത്ഭുതം സംഭവിക്കപ്പെടട്ടെ, അത്ഭുതം സംഭവിക്കപ്പെടട്ടെ, ദൈവപ്രവൃത്തി സംഭവിക്കപ്പെടട്ടെ, ദൈവിക കരുതൽ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അതിശയങ്ങൾ സംഭവിക്കട്ടെ, ദൈവപ്രവൃത്തികൾ ഉത്ഭവിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച് എന്നിട്ടൊന്ന് പറഞ്ഞേ, കർത്താവേ, ഈ ദൈവവചനത്തിലെ ഓരോ വാക്കുകളെയും എന്നോടുള്ള വ്യക്തിപരമായി ദൂതായി ഞാൻ സ്വീകരിക്കുകയാണ്. അതിൻ്റെ നിവർത്തികൾ എനിക്ക് കാണണം കർത്താവേ. ആ തുറന്ന് പ്രാർത്ഥിക്കുക. പിതാവേ, ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇവരത് അനുഭവിക്കട്ടെ.
ഇവരത് അനുഭവിക്കട്ടെ, ഇവരത് പ്രാപിക്കട്ടെ, ഇവരത് പ്രാപിക്കട്ടെ. ഈ ജനം അനുഗ്രഹിക്കപ്പെടും. പലരുടെയും അവസ്ഥകൾ തിരിയും. ചിലരുടെ പേരുകൾ പ്രസിദ്ധമാകും. ചില കുടുംബങ്ങളെ ദൈവം അസാധാരണമായി അനുഗ്രഹിക്കും. ചില തലമുറകൾ പുറത്തു വരും. ചില അഭിഷക്തന്മാർ ഉപയോഗിക്കപ്പെടും. അവരിൽ ചിലർ പുറത്തു വരും. നന്ദി കർത്താവേ, നന്ദി. അങ്ങത് ചെയ്യുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ഒരുമിച്ച് ചേർന്ന് കരമടിച്ച് നമ്മൾ പാടാൻ പോവുകയാണ്. മാറായ മധുരമാക്കി തീർക്കും അവൻ, മാറായ മധുരമാക്കി തീർക്കും അവൻ, പറയെ പിളർന്നു ദാഹം പോക്കും അവൻ, പറയെ പിളർന്നു ദാഹം പോക്കും അവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ. ഓ മാറായ മധുരമാക്കി തീർക്കും അവൻ. ഓ പറയെ പിളർന്നു ദാഹം, ഓ പറയെ പിളർന്നു ദാഹം. ഓ മരുവിലൻ ദൈവം എനിക്കധിപതിയെ, മരുവിലൻ ദൈവം എനിക്കധിപതിയെ, തരും അവൻ